സിയോൻ വാനസേനാ ഗാനം പാടി വാണിടുന്ന സ്വർഗസിയോൻ ധ്യാനിച്ചിടും നേരമെന്റെ മാനസമോ നിച്ചിടുന്നു ധ്യാനിച്ചിടും നേരമെന്റെ മാനസമോ നിച്ചിടുന്നു. ഹല്ലേലൂയാ ഹല്ലേലൂയാ ചേർന്നിടും ഞാൻ സ്വർഗദേശേ. ഹല്ലേലൂയാ ഹല്ലേലൂയാ ചേർന്നിടും ഞാൻ സ്വർഗദേശേ. ഹല്ലേലൂയാ പാടി സർവ കാലവും ഞാൻ വാണിടുവാൻ. ഹല്ലേലൂയാ പാടി സർവ കാലവും ഞാൻ വാണിടുവാൻ. ഉയർത്തിയിടും ഞാൻ എൻ്റെ കണ്ണുകൾ തുണയാരോളും വൻകിരിയിൽ. ഉയർത്തിയിടും ഞാൻ എൻ്റെ കൺകൾ തുണയാരോളും വൻകിരിയിൽ. എൻ കൺകൾ തുറന്നു ഞാൻ കാണുന്നേ ഏഴു പൊൻവിളക്കിൻ നടുവിൽ. എൻ കൺകൾ തുറന്നു ഞാൻ കാണുന്നേ ഏഴു പൊൻവിളക്കിൻ നടുവിൽ. നീലേ അങ്കി ധരിച്ച പ്രിയൻ മാറത്തു പൊൻകച്ച കെട്ടിയും. നീലേ അങ്കി ധരിച്ച പ്രിയൻ മാറത്തു പൊൻകച്ച കെട്ടിയും. ആദ്യനും അന്ത്യനും ആൽഫയും ഓമേഗയും. ആദ്യനും അന്ത്യനും ആൽഫയോ ഓമേഗയോ. സ്തുതികൾക്ക് യോഗ്യനമേ അങ്ങ് മാത്രം യേശുവേ. സ്തുതികൾക്ക് യോഗ്യനേ അങ്ങ് മാത്രം യേശുവേ. അഗ്നിജ്വാലയ്ക്കൊത്തു കണ്ണുള്ളോ ഹീമം പോലെ തലമുടിയും. അഗ്നിജ്വാലയ്ക്കൊത്തു കണ്ണുള്ളോ പെരുവെള്ളത്തിനിരച്ചിൽ പോലെ. പ്രിയൻ ശബ്ദം കാതിൽ മുഴങ്ങി പെരുവെള്ളത്തിനിരച്ചിൽ പോലെ. പ്രിയൻ ശബ്ദം അന്ത്യനും ആൽഫയും ഓമേഗയും. ആദ്യനും അന്ത്യനും ആൽഫയും ഓമേഗയും.
സ്തുതികൾക്ക് യോഗ്യനീ അങ്ങു മാത്രം യേശുവേ. സ്തുതികൾക്ക് യോഗ്യനീ അങ്ങു മാത്രം സൂര്യനേക്കാൾ ശോഭയുള്ളതാ എൻ കണ്ണുകളാൽ മുഖം കാണുന്നേ. സൂര്യനേക്കാൾ ശോഭയുള്ളതാ മരണപാതാളത്തിൻ ശക്തിയെ തകർത്ത താക്കോൽ കയ്യിലുള്ളോൻ. മരണപാതാളത്തിൻ ശക്തിയെ തകർത്ത താക്കോൽ കയ്യുള്ളോന് ആദ്യനും അന്ത്യനും ആൽഫയും ഓമേഗയും ആദ്യനും അന്ത്യനും ആൽഫയും ഓമേഗയും സ്തുതികൾക്ക് യോഗ്യനീ അങ്ങു മാത്രം യേശുവേ. സ്തുതികൾക്ക് യോഗ്യനീ അങ്ങു മാത്രം യേശുവേ. Praise the Lord. Thank you. Praise Lord. Praise Lord. ധാരാളം അനുഗ്രഹിക്കട്ടെ. അവരോടും മനുമാന്റെയും അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ പാടുവാൻ ദൈവം കൊടുത്ത താലന്തുകൾ നമുക്കും അത് ഭാഗമാക്കുവാൻ നമുക്കും അത് കേൾക്കുവാൻ ദൈവത്തിന്റെ സന്നിധിയിൽ ആരാധിക്കുവാനൊക്കെ ദൈവം നമുക്ക് കൃപ തന്നതിന് ആ സ്തോത്രം ചെയ്യുന്നു. ധാരാളം അനുഗ്രഹിക്കട്ടെ. തുടർന്നുള്ള സമയങ്ങളിലൊക്കെ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ കൃപ കൂടെ ഉണ്ടായിരിക്കാൻ ഇടയാക്കാൻ നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. നമ്മുടെ കഴിഞ്ഞ നാളിലൊക്കെ നമ്മുടെ റീന ചെറിയാൻ ആന്റി നമ്മുടെ ഒപ്പം ജോയിൻ ചെയ്ത് അനുഗ്രഹപ്പെട്ട ങ്ങളൊക്കെ അപ്പുറം നമുക്ക് എല്ലാവർക്കും അനുഗ്രഹമായിരുന്നു. അപ്രതീക്ഷിതമായിട്ട് ആണ് എങ്കിലും ഇന്ന് പൽക്കാലം നമ്മുടെ ഒപ്പം ജോയിൻ ചെയ്തത് അല്ലെങ്കിൽ ആ സ്തോത്ര നറുക്ക് വീണത് ഇപ്പോൾ അവിടെയാണ്. വേറൊരു പ്രിയ പാസ്റ്റാൻഡി ആയിരുന്നു. എന്നാൽ ഇന്ന് പൽക്കാലം നമ്മുടെ ഒപ്പം ആയിരിക്കുന്നത് ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും അത് അനുഗ്രഹമായി തീരുവാൻ തൊക്കണം ഇടയാക്കണം. നമുക്ക് പ്രാർത്ഥനയോടെ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാം. ദൈവം അനുഗ്രഹിക്കും മാത്രം നമ്മുടെ കുടുംബത്തെയും കുഞ്ഞുങ്ങളെയൊക്കെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. നമ്മൾ എന്ത് പറയണമെന്ന് എനിക്ക് അറിയുന്നില്ല. പ്രദേശമായി സ്തോത്രം നാളിലൊക്കെ നമ്മൾ സംസാരിച്ച കാര്യങ്ങളൊക്കെ അവസ്ഥയാണ്. എന്നാൽ ഇന്ന് പൽക്കാലം പലർക്കും ജോയിൻ ചെയ്യാൻ സാഹചര്യം അനുകൂലമല്ലായിരുന്നു എങ്കിലും ഇന്ന് പൽക്കാലം നമ്മൾ ജോയിൻ ചെയ്ത പ്രിയപ്പെട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹമായി തീരും. അത് വിശ്വാസത്തോടെ ഞാൻ അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഞാനൊരു അപേക്ഷയും കൊണ്ട് സാഹചര്യം അനുകൂലമെങ്കിൽ മറ്റ് വീഡിയോ ഓണാക്കുന്നതിൽ അസ്വസ്ഥതയോ പ്രയാസങ്ങളോ ഒന്നും ഇല്ല എങ്കിൽ പറ്റുമെങ്കിൽ വീഡിയോ ഓണാക്കി താല്പര്യത്തോടെ ഇരിക്കുകയാണെങ്കിൽ ശുശ്രൂഷ ചെയ്യുന്ന സഹോദരിമാരായാലും പാസ്റ്റർമാരായാലും ആർക്കായാലും അത് ആത്മീയ പ്രചോദനം കൂടിയാണ്. നമ്മൾ എപ്പോഴും ഇന്ന് രാവിലെ പറഞ്ഞതുപോലെ കുറെ അക്ഷരം SABCD തൊട്ടുള്ള ഇസഡുള്ള കുറെ അക്ഷരം മാത്രമേ നമ്മുടെ മുമ്പിൽ പതിയുന്നുള്ളൂ. പ്രൊഫൈലായിട്ട് വെച്ചിരിക്കുന്ന അവരുടെ മുഖം ഒരു പിക്ചർ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. എങ്കിലും നമ്മൾ ആത്മാർത്ഥമായ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കാൻ സാഹചര്യം എന്ന് പറഞ്ഞാൽ വീഡിയോ ഓണാക്കി ഇരിക്കാൻ സാഹചര്യമുള്ളവര് തീർച്ചയായിട്ടും വീഡിയോ ഓണാക്കി ഇരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഞാൻ ഇനി ഒന്നും ഒരു മുഖവരും പറയുന്നില്ല. ഇനി തുടർന്നുള്ള സമയങ്ങൾ മുഴുവനായി നമ്മളെ പ്രാർത്ഥന വിഷയങ്ങൾ പ്രെയർ ലീഡൊക്കെ നമുക്ക് അടുത്ത സെഷൻ നമുക്ക് ഉപയോഗിക്കാം. നമ്മൾ ഇങ്ങനെ സാഹചര്യം ഒരുക്കത്തോടെ ഒരുക്കത്തോടെ നമ്മുടെ സന്നിധിയിലായിരിക്കുമ്പോൾ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹമായി തീരണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി തുടർന്നുള്ള എല്ലാ മുഴുവൻ സമയം റീന ചെറിയാൻ ആൻറ്റി കൊടുക്കുന്നു. ദൈവം അനുഗ്രഹിക്കുമാരുടെ പ്രാർത്ഥനയുള്ളവർക്ക് പ്രൈസ് റീന ചെറിയാൻ ആൻറ്റി പ്രൈസ് പറഞ്ഞതുപോലെ അപ്രതീക്ഷിതമായിട്ട് കൊടുന്നതിനെ വീണ ചീട്ട സഹോദരം. രാവിലെ ഹസ്ബൻഡിനെ വിട്ടിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ട്
ജസ്റ്റ് എഴുന്നേൽക്കാൻ തുടങ്ങിയപ്പോഴാണ് ശേഷൻ സിസ്റ്റർ പെട്ടെന്ന് എന്നോടൊന്ന് മെസ്സേജ് ഇട്ടു, കൂടപ്പുറപ്പെ ഒന്ന് മെസ്സേജ് എന്നെ ഒന്ന് വിളിക്കാവോ. ഞാനോട്ട് എന്തേലും അപ്പൊ ആ വിളി കേൾക്കുമ്പോഴേ മനസ്സിലാവും എന്താ എമർജൻസിയാണ്. ഞാൻ പറഞ്ഞു ഓക്കെ. വിളിച്ചപ്പോഴാണ് പറയുന്നത് ഇങ്ങനെ ഒന്ന് കൂടാവോ. ഞാൻ കിച്ചണിലോട്ട് കയറാൻ പോകുന്നേ ഉള്ളായിരുന്നു. ഉച്ചയ്ക്ക് ഹസ്ബൻഡ് വരും, ഒരു പ്രിപ്പറേഷൻ ഇല്ല. രാത്രി എനിക്ക് മീറ്റിംഗ് ഉണ്ട്, ഇന്ന് AGയുടെ ഒരു മീറ്റിംഗ് ഉണ്ട്, അപ്പൊ അതിന് പ്രസംഗിക്കണം. അപ്പൊ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് എന്നാലും ഇല്ല, സമയത്തിലും അസമയത്തിലും ഒരുങ്ങിയിരിക്കാൻ അപ്പോ പറഞ്ഞതിനോട്ട് വചനം ശുശ്രൂഷിക്കാനാണല്ലോ. ഞാൻ പെട്ടെന്ന് തന്നെ ഞാൻ നോ പറഞ്ഞില്ല, ഓക്കെ പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് കയറുകയായിരുന്നു. എല്ലാം ദൈവത്തിന്റെ പദ്ധതി എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ആമേ, സ്തോത്രം. അല്ലെങ്കിൽ ദൈവീയ നിർണയം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഉദ്ദേശമുണ്ട് ഇന്ന് ഒരാളെങ്കിലും ഈ വചന ശുശ്രൂഷയെ വിടുവിക്കപ്പെടണം, അല്ലെങ്കിൽ ഒരാളെങ്കിലും ആശ്വാസം കണ്ടെത്തണം, അല്ലെങ്കിൽ ഒരാൾക്കെങ്കിലും ഇന്നത്തെ വചന ശുശ്രൂഷ വിടുതലായി തീരണം. ഹല്ലേലൂയ എന്ന് ദൈവത്തിന്റെ നിർണയം ഉള്ളത് കൊണ്ട് മാത്രമാണ് ദൈവം എന്നെ ഇങ്ങനെ നിങ്ങളുടെ മുമ്പിൽ ആക്കിയിരിക്കുന്നത്. അതിന് ഹല്ലേലൂയ ദൈവത്തിന് ഞാൻ നന്ദി അർപ്പിക്കുന്നു. സ്തോത്രം. ഒരു വാക്യം നമുക്ക് വായിക്കാം, തക്ക സമയം എന്നുള്ളതാണ്. ആമേൻ. 1 പത്രോസിന്റെ ലേഖനം 5-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം. സ്തോത്രം. 5ഉം 6ഉം വാക്യം. ഔവണ്ണം ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങുവീൻ, എല്ലാവരും തമ്മിൽ തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചുകൊള്ളുവീൻ. ദൈവം നിഗളികളോട് എതിർത്തു നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴ് താണിരിപ്പിൻ. തക്ക സമയം, ആമേ, എന്ന വിഷയമാണ് നിങ്ങളുമായി ദൈവം ഹല്ലേലൂയ എനിക്ക് പെട്ടെന്ന് എന്റെ മനസ്സിൽ കയറി വന്ന ആ ഒരു ഹല്ലേലൂയ വചനം. സ്തോത്രം. ആമേൻ. തക്ക സമയത്ത് നമ്മെ ഉയർത്തുന്ന ദൈവം. അപ്പം നമ്മുടെ പ്രാർത്ഥനയുടെ അല്ലെങ്കിൽ നമ്മുടെ വിഷയങ്ങളുടെ മറുപടിക്കായിട്ട് സ്വർഗത്തിലെ ദൈവത്തിന് ഒരു തക്ക സമയമുണ്ട്. നമ്മുടെ തക്ക സമയമല്ല, പക്ഷെ അപ്പന്റെ തക്ക സമയത്ത് അപ്പൻ നമുക്ക് വേണ്ടി അത് ചെയ്യും. സ്തോത്രം. അവിടെ നാം വായിച്ച 5ഉം 6ഉം വാക്യം നോക്കുമ്പോൾ അവിടെ 3 കാര്യങ്ങൾ കാണാൻ കഴിയും. തക്ക സമയത്ത് ഞാൻ നിങ്ങളെ ഉയർത്തും, പക്ഷെ നിങ്ങൾ ചെയ്യേണ്ട 3 കാര്യങ്ങൾ. സ്തോത്രം. 1, ഹല്ലേലൂയ, ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങിയിരിപ്പിൻ. ഹല്ലേലൂയ എന്ന് വെച്ചാൽ നമ്മളെ നടത്തുന്ന, അല്ലെങ്കിൽ എബ്രായ ലേഖനത്തിലോട്ട് വരുമ്പോഴുണ്ട് നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ചവർക്ക് കീഴടങ്ങിയിരിപ്പിൻ. അത് ദൈവദാസന്മാരെ ഹല്ലേലൂയ ഉദ്ദേശിച്ച് പറയുന്നതാണ്. ഒന്നാമത് ദൈവം ഉയർത്തണമെങ്കിൽ ദൈവഭക്തന് നമ്മൾക്കിടെ മേലാക്കിയിരിക്കുന്ന ദൈവദാസന്മാർക്ക് നാം കീഴടങ്ങിയിരിക്കണം. രണ്ടാമത് അവിടെ പറയുന്നു തമ്മിൽ തമ്മിൽ കീഴടങ്ങണം. എന്ന് വെച്ചാൽ ഞാൻ എന്നെക്കാട്ടി വലുതാണോ ഷെറിൻ സിസ്റ്റർ, സാമ്പത്തികമായിട്ടാണോ എന്തോ, എനിക്കത് വിഷയമല്ല. പക്ഷെ ആത്മീയത്തിന്റെ നില വരുമ്പോൾ ഞാനും ഷെറിൻ സിസ്റ്ററും ഒന്നാ സ്വർഗത്തിലെ അപ്പന്റെ മുമ്പിൽ. ഹല്ലേലൂയ. എനിക്ക് സൗന്ദര്യം കൂടുതൽ ഉണ്ടായിരിക്കാം, പണം കൂടുതൽ ഉണ്ടായിരിക്കാം, പക്ഷെ ദൈവം അതല്ല നോക്കുന്നേ. ഷെറിൻ സിസ്റ്റർ ഈ എളിയവരിൽ ഒരാളെ തുച്ഛീകരിക്കാതിരിപ്പാൻ നോക്കിക്കൊള്ളു. അപ്പൊ തമ്മിൽ തമ്മിൽ നാം കീഴടങ്ങണം. ഏത് വിഷയം വന്നാലും സിസ്റ്ററെ പോട്ടെ, സാരമില്ലെന്ന് അത് പറഞ്ഞത് വിട്ടുകള. അടുത്ത സമയം നമുക്കുള്ളതല്ല. കർത്താവിന്റെ വരവ് അടുത്തു. ഇന്നലെ രാത്രിയിൽ ഒന്നും ഞങ്ങൾ ഉറങ്ങിയില്ല. 2:30 ആയപ്പോൾ ഹല്ലേലൂയ ഭയങ്കര അലാറം. ഹല്ലേലൂയ. ഞങ്ങളുടെ കോബാറി എന്നുള്ള ഞങ്ങളുടെ സഹോദരങ്ങളെല്ലാം വിളിക്കുക, പാസ്റ്റർ ആന്റി ഇവിടെ ഭയങ്കര ശബ്ദം. ഹല്ലേലൂയ. 5 എണ്ണം ഒന്നിച്ചാ ചെന്ന് അവിടെ പൊട്ടിച്ചിട്ടേക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. അങ്ങനെ ഉറങ്ങാത്ത രാത്രികളാ ഞങ്ങളെ സംബന്ധിച്ച്. പകലും ഉറക്കമില്ല, രാത്രി ഉറക്കമില്ല. അലാറം കേൾക്കുന്നതിനനുസരിച്ച് തമ്പുരാന്റെ സന്നിധി കുത്തിയിരുന്ന് നിലവിളിക്കുക. ഹല്ലേലൂയ. അങ്ങനെ ഭീതിയോടെ കടന്നു പോകുമ്പോൾ അടുത്ത നിമിഷം നമുക്കില്ല. സ്വർഗം പറയുക തമ്മിൽ തമ്മിൽ. ഹല്ലേലൂയ. ഞാൻ വലുതല്ല, എന്റെ പണം ഒന്നുമില്ല, എന്റെ സൗന്ദര്യം ഒന്നുമില്ല, എന്റെ ആരോഗ്യം ഒന്നുമില്ല, എന്റെ മക്കളൊന്നുമില്ല, എന്റെ ഹസ്ബൻഡ് ഒന്നുമില്ല. ദൈവം തന്നതല്ലാതെ ഒന്നുമില്ല. ശ്വാസം അപ്പ തന്നു. ഹല്ലേലൂയ. ആയുസ് അപ്പ തന്നു. ആരോഗ്യം അപ്പൻ തന്നു. സകലതും അപ്പൻ തന്നതല്ലാതെ ഒന്നുമില്ല. ഹല്ലേലൂയ. പ്രശംസിപ്പാൻ ഒന്നുമില്ലെന്നേ. ഹല്ലേലൂയ. സ്തോത്രം. അപ്പൊ തമ്മിൽ തമ്മിൽ കീഴട
കീഴടങ്ങണം. ഒന്ന് മൂപ്പന്മാർക്ക് കീഴടങ്ങണം, രണ്ട് തമ്മിൽ കീഴടങ്ങണം. മൂന്നാമത് പറയുന്നത് ഏറ്റവും അതിപ്രധാനമായ കാര്യം, അതുകൊണ്ട് തക്ക സമയത്ത് ദൈവം നിങ്ങളെ ഉയർത്തുവാൻ എന്തോ ചെയ്യണം? ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പിൻ. ഹല്ലേലൂയ. മനുഷ്യരുടെ അടുത്ത് നാം എങ്ങനെയാകണം? തമ്മിൽ എങ്ങനെയാകണം? ദൈവത്തിന്റെ സന്നിധിയിൽ നാം എങ്ങനെ ആയിരിക്കണം? ഈ മൂന്ന് കാര്യം നാം ചെയ്തു കഴിയുമ്പോൾ തമ്പുരാൻ പറയുക, മോനെ ഒരു തക്ക സമയമുണ്ട്, ആ സമയത്ത് ഞാൻ നിന്നെ ഉയർത്തിയിരിക്കും. യേശുവിന്റെ നാമത്തിൽ ജയം. ഹല്ലേലൂയ. എന്റെ സമയം ഇതുവരെ വന്നില്ലല്ലോ, എന്റെ പ്രാർത്ഥനയുടെ മറുപടി ഇതുവരെ വന്നില്ലല്ലോ, ഞാൻ കരഞ്ഞിട്ടും ദൈവം കേട്ടില്ലല്ലോ എന്ന് ചോദിച്ചു വേദനയോടിരിക്കുന്ന ദൈവ പൈതലേ, തമ്പുരാൻ പറയുകയാ, ഹല്ലേലൂയ, നിന്റെ സമയമല്ല എന്റെ സമയം. പക്ഷെ തക്ക സമയത്ത് തമ്പുരാൻ നിന്നെ ഉയർത്തുമ്പോൾ ആർക്കും അതിനെ തടയാൻ പറ്റുകയില്ല. യേശുവിന്റെ നാമത്തിൽ ജയം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ ഈ പകൽക്കാലം ദൂത് വിളിച്ചു പറയുകയാ, നീ ദൈവത്തിന്റെ സന്നിധി താണിരുന്നു കൊണ്ട് അപ്പനോട് ചോദിക്കുന്ന ചില പ്രാർത്ഥനാ വിഷയങ്ങൾ, ഹല്ലേലൂയ, ചിലപ്പോ ചോദിക്കുന്ന അപ്പ ഇത്രേ നാളായിട്ട് എന്തുകൊണ്ടെന്ന്, ദാസ്യ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുകയാ, തക്ക സമയം എന്ന് വെച്ചാൽ അപ്പന്റെ തക്ക സമയമാ. ആ സമയത്ത് ആർക്കും തടുക്കാനൊക്കാതെ, ഹല്ലേലൂയ, ആർക്കും മറുപടി തടയാൻ പറ്റാതെ സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് ഒരു അസാധാരണമായ നിലയിൽ ദൈവിക മറുപടി ഹല്ലേലൂയ നിനക്ക് വേണ്ടി തന്നു മാനിക്കുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൂത് വിളിച്ചു പറയുക. യേശുവിന്റെ നാമത്തിൽ നീ വേദനിക്കുന്നുണ്ടെന്ന് അപ്പനറിയാം. പക്ഷെ തക്ക സമയമെന്ന് വെച്ചാൽ അതിനപ്പുറം അങ്ങോട്ടും പോകയില്ല, ഇങ്ങോട്ടും പോകയില്ല. ദൈവത്തിന്റെ പ്രവൃത്തി അതിമനോഹരമായിരിക്കുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൂത് വിളിച്ചു പറയുക. ഹല്ലേലൂയ. ദൈവമക്കളെ, അപ്പൊ തക്ക സമയത്ത് എന്നാ ചെയ്യും? അപ്പനൊരു മറുപടി തരും. ഹല്ലേലൂയ. നിങ്ങളുടെ ഉപവാസം വെറുതാവല്ല, പ്രാർത്ഥന വെറുതാവല്ല, അപ്പയുടെ കൈക്കീഴി താണിരിക്കുന്നത് വൃഥാവാക്കയില്ല കേട്ടോ. ഹല്ലേലൂയ. ലോകരാ മാറിപ്പോകുന്നത്, മനുഷ്യരാ മാറിപ്പോകുന്നത്. ഹല്ലേലൂയ. പക്ഷെ സ്വർഗം പറയുക, ഹല്ലേലൂയ, വാക്ക് പറഞ്ഞ മാറാത്തൊരപ്പൻ. യേശുവിന്റെ നാമം. ചൂടമന അപ്പനൊരു തക്ക സമയം ഹല്ലേലൂയ വെച്ചിട്ടുണ്ട്. എബ്രായ ലേഖനത്തിൽ ഹല്ലേലൂയ 4-ാം അധ്യായം ഹല്ലേലൂയ അതിന്റെ 16-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയും, ഹല്ലേലൂയ, അല്ലെങ്കിൽ നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപം ഒഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് തക്ക സമയത്ത് ഹല്ലേലൂയ ആമേൻ, അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ജയം. ഹല്ലേലൂയ. അവിടെ പറയുന്നു, അതുകൊണ്ട് കരുണ ലഭിക്കാനും പിന്നെയും പറയുന്നു തൽസമയത്ത്. തൽസമയം എന്ന് വെച്ചാൽ എന്തുവാ? തക്ക സമയം. തക്ക സമയത്ത് എന്നാ വേണം? സഹായത്തിനുള്ള കൃപ ഹല്ലേലൂയ പ്രാപിപ്പാനുമായി നാം എവിടെ ചെല്ലണം? കൃപാസനത്തിന് അടുത്ത് ചെല്ലണം. അപ്പൊ തക്ക സമയത്തിന് നമുക്ക് സഹായം വേണം. പക്ഷെ നാം ചെയ്യേണ്ടത് ആ കൃപാസനത്തോട് അടുത്ത് ചെല്ലണം. പഴയ നിയമകാലത്ത് എന്ന് വെച്ചാൽ സമാഗമന കൂടാരം, കൃപാസനം എന്ന് വെച്ചാൽ സെപ്പറേറ്റ് ആയിരുന്നു. അവിടെ മഹാപുരോഹിതൻ കയറി ചെന്ന് ഹല്ലേലൂയ നമുക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്നു, പക്ഷപാതം ചെയ്യുന്നു, പഴയ നിയമകാലത്ത് യാഗം കഴിക്കുന്നു. പക്ഷെ ഇന്ന് നമുക്ക് ഏത് സമയവും അടുത്തു ചെല്ലാൻ നമുക്കൊരു പായും ഒരു പ്രാർത്ഥനാ സ്ഥലവും ഉണ്ടെങ്കിൽ അതാണെന്ന് കൃപാസനം. ഹല്ലേലൂയ. അതിനെ തടയാൻ ആർക്കും പറ്റത്തില്ല.
നിന്റെ റൂമിനകത്ത് ഒരു അല്പ സ്ഥലേ ഉള്ളൂ. അവിടെ ഒരു ചെറിയ ഷീറ്റ് ഇട്ട് നിനക്ക് പ്രാർത്ഥിക്കാനുള്ള സ്ഥലമേ ഉള്ളൂ. അവിടെ ചെറിയൊരു പായിട്ട് നിനക്ക് പ്രാർത്ഥിക്കാനുള്ള സ്ഥലമേ ഉള്ളൂ. അത് മതി. മുട്ടുമടക്കാനുള്ള ആ സ്പേസ് ഇല്ലേ? ഹല്ലേലൂയ. തമ്പുരാൻ പറയുക, ആ കൃപാസനത്തോട് അടുത്തു വരുന്ന നിനക്കു വേണ്ടി എന്തോ ചെയ്യും? സമയത്ത് ഞാൻ സഹായത്തിനുള്ള കൃപയായിരിക്കും. ഹല്ലേലൂയ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയം. ഹല്ലേലൂയ. ലീഡിയുടെ ദാസിയെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൂത് വിളിച്ച് പറയുക, ഹല്ലേലൂയ, നിനക്കു വേണ്ടി തമ്പുരാൻ നിന്റെ പരീക്ഷാ മേഖലകളിൽ നീ കടന്നു പോകുന്ന ചില പരീക്ഷാ ഘട്ടങ്ങൾ യേശുവിന്റെ നാമത്തിൽ അവിടെ തമ്പുരാൻ തക്ക സമയത്ത് ഇറങ്ങി വരാൻ പോവാ. യേശുവിന്റെ നാമത്തിൽ. അതെന്തിനാണെന്നറിയോ? ചില സഹായവുമായിട്ട് നീ ചില വിഷയത്തിന് സഹായത്തിന് വേണ്ടി അപ്പനോട് കേഴുകയാണ്. ഹല്ലേലൂയ. ആ വിഷയത്തിൽ നീ ഇന്ന് പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. എങ്ങനെയെന്ന ചില ചോദ്യവുമായി ചില പരീക്ഷാ ഘട്ടം നിന്റെ മുമ്പില് നീ ഫേസ് ചെയ്യുന്നെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൂത് വിളിച്ചു പറയുക. ഹല്ലേലൂയ. ദാസിയെ, നീ പരീക്ഷയിൽ തോക്കാൻ ഞാൻ അനുവദിക്കല. പരീക്ഷയിൽ നീ ജയിച്ച് ജയാളിയാവും. അപ്പൻ നിനക്ക് ഉയരത്തിൽ നിന്ന് ചില സഹായം അയക്കും. അവിടെ നീ ജയിച്ച് ജയാളിയായി അടുത്തൊരു പ്രൊമോഷനിലേക്ക്, അടുത്തൊരു തലത്തിലേക്ക്, അടുത്തൊരു ആത്മീക കൃപയിലേക്ക് സ്വർഗം നിന്നെ ഇറക്കുന്ന പകല. അതുകൊണ്ട് നിന്നെ ഹല്ലേലൂയ സമയത്തിനുള്ള കൃപയ്ക്കായി, ഹല്ലേലൂയ സഹായത്തിനുള്ള കൃപയ്ക്കായി നീ ആ കൃപാസനത്തിന് അടുത്ത് ചെന്നു. അവിടെ ഇറങ്ങി വന്ന് നിന്നെ സഹായിക്കുന്ന ഒരപ്പൻ ഹല്ലേലൂയ കൈ പിടിച്ചിട്ടുണ്ടെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൂത് വിളിച്ചു പറയുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവമക്കളെ, അവിടെ രണ്ട് വിഷയമുണ്ട്. ഏതിനൊക്കെയാ തക്ക സമയത്ത് കൃപ ലഭിക്കേണ്ടതെന്ന് തരുന്നതെന്ന് അവിടെ ഒന്നാമത് നമ്മുടെ യേശുവപ്പെ പറഞ്ഞിട്ട് തന്നെ പറയുന്നേ. 15-ാം വാക്യം, നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ, കേട്ടോ. അപ്പൊ ഏത് വിഷയത്തിലാ സഹായമായി അപ്പൻ ഇറങ്ങുന്നേ? നാം ബലഹീനരാകുമ്പോൾ. ഓ ഹല്ലേലൂയ. ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ബലഹീനമായത് ഇല്ലേ? അപ്പൊ നാം ബലഹീനരാകുന്ന എന്തിനാ? നമ്മുടെ മുമ്പിൽ ബലമുണ്ടെന്ന് അഭിനയിക്കുന്ന ചിലതുണ്ട്. നമ്മളെക്കാൾ ബലമുണ്ട്, നിനക്ക് ബലമില്ലെന്ന് പറഞ്ഞു മാറ്റി നിർത്തുന്ന ചിലരുണ്ട്. പക്ഷെ തമ്പുരാൻ ആ ബലഹീനത, നിന്റെ ജീവിതത്തിന്റെ ബലഹീനതയിൽ സഹായത്തിനായി ഇറങ്ങി വരികയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയം. ചിലരുടെ ബലഹീനതകൾ മറ്റുള്ളവർ നോക്കി പരിഹസിക്കുമ്പോൾ തമ്പുരാൻ പറയുക, അവിടെ മുട്ടുമടക്കുന്ന നിനക്ക് വേണ്ടി, കൃപാസനത്തിൽ ഇരുന്ന് കേഴുന്ന നിനക്ക് വേണ്ടി തമ്പുരാൻ സഹായത്തിനായി ആകാശത്തൂടെ ഇന്ന് പകൽ ഇറങ്ങി വരുന്ന പകല. നിന്റെ ബലഹീനതകളെ കുത്തിപ്പൊക്കി ആഘോഷിച്ചു കൊണ്ടിരിക്കുന്ന ചിലരുടെ നടുവിൽ ദൈവാത്മാവ് വ്യക്തമായി പറയുക, ആ ബലഹീനതയിൽ സ്വർഗം നേരിട്ടിറങ്ങി ഒരു ദൈവ പ്രവൃത്തി ഇന്ന് പകൽ വെളിപ്പെടുത്തുന്ന പകല. ചൂടമന ഹംദല റബൽ പ്രവാര ഘടകസ്യ ഹംദലേ ജിഗൽ ഘടകസ്യ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ പറയുക, നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കാൻ കഴിയാത്തവനല്ല. ബലഹീനതകളാ നാം പറയുന്നത്, അപ്പാ എന്നോട് ആരെങ്കിലും ഒന്ന് സഹായം ചെയ്തിരുന്നെങ്കിൽ, ആരെങ്കിലും എന്നോടൊന്ന് മനസ്സ് തോന്നിയിരുന്നെങ്കിൽ, ആരെങ്കിലും എന്നോടൊന്ന് സഹതാപം തോന്നിയിരുന്നെങ്കിൽ, ഈ പ്രതികൂലത്തിന്റെ നടുവിൽ ആഗ്രഹിക്കത്തെ ആരെങ്കിലും ഉണ്ടോ? ഒരിക്കലുമില്ല.
ദൈവം പറയുക ഇറങ്ങി വരും. തൽസമയത്തിന് ആ വിഷയത്തിന് സഹായത്തിനുള്ള കൃപയുമാണ്. അടുത്തത് പറയുന്നത് എന്നാ? പാപമൊഴികെ സർവത്തിനും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ. ഹല്ലേലൂയ. ആരാ? യേശുവപ്പ. ഹല്ലേലൂയ. അപ്പൊ അടുത്ത നമ്മുടെ ജീവിതത്തിൽ എന്നാ ഉള്ളത്? പരീക്ഷ. ഒന്ന്, ബലഹീനതകൾ നേരിടാം. രണ്ട്, നാം പരീക്ഷിക്കപ്പെടാം. പാപമൊഴികെ സകലത്തിലും ആര് പരീക്ഷിക്കപ്പെട്ടു? എൻ്റെ യേശുവപ്പ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്നലെ വൈകിട്ട് ഞാൻ ഒരിടത്ത് ശുശ്രൂഷിച്ചപ്പോൾ ഹല്ലേലൂയ പറഞ്ഞു, ദൈവമക്കളെ, സകലത്തെയും ഒരു വാക്കുകൊണ്ട് നിർമ്മിച്ചതാ സ്വർഗത്തിലെ ദൈവം, ഇല്ലേ? ആ അപ്പന്റെ മോനെ ഒരു വാക്കിനാൽ എല്ലാം ഉള്ള വീട്ടിലോട്ടൊന്ന് അയച്ചുകൂടായിരുന്നു? ഹല്ലേലൂയ. ലോകപ്രകാരം സാമ്പത്തികമുള്ള വീട്ടിലോട്ടൊന്നും അയച്ചുകൂടായിരുന്നു? ലോകപ്രകാരം മാന്യതയുള്ള ഒരു വീട്ടിലോട്ട് അയച്ചുകൂടായിരുന്നു? ഒന്നുമില്ലാത്ത എന്റെ യേശുവപ്പെ പ്രസവിച്ചപ്പോൾ സ്വന്തം വീട്ടിൽ പോലും പ്രസവിക്കാൻ യോഗ്യതയില്ലാത്ത, ഹല്ലേലൂയ, ഹല്ലേലൂയ, പശുത്തൊട്ടിയിൽ കിടക്കേണ്ടി വന്ന, സകലത്തെ ഒരു വാക്കിനാൽ ഉളവാക്കിയ അപ്പന്റെ മോനാ നോക്കണം. നമ്മൾ ദാരിദ്ര്യത്തെ കുറച്ചിലായി കാണുമ്പോൾ അവര് ദൈവഭാഗത്ത് ഇറങ്ങിയിട്ടും അവർക്ക് ദാരിദ്ര്യമേ ഉള്ളെന്ന് പറഞ്ഞ് നോക്കി പരിഹസിക്കുമ്പോൾ ഒറ്റ വാക്കിനാൽ ഉളവാകട്ടെ എന്ന് പറഞ്ഞ് സകലത്തെയും ഒരു വാക്കുകൊണ്ട് ഉളവാക്കിയ ഒരപ്പൻ സ്വന്തം മകനെ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ അറ്റ്ലീസ്റ്റ് പ്രസവിച്ച സമയത്ത് പോലും കിടക്കാൻ ഒരു റൂമില്ലായിരുന്നു. ഹല്ലേലൂയ. ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? പിതാവ് മുഖം മറച്ച് എന്തിനാ? മക്കളെ, ഇതുപോലെ കുറെ പേര് പുറകെ വരുമ്പോൾ യേശുവിനെ നോക്കി ആശ്വസിച്ചു കൊള്ളാൻ. ഹല്ലേലൂയ. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഓടിപ്പോകേണ്ടി വന്ന അടുത്ത പട്ടണത്തിലേക്ക് കൊലവിളിയുമായി ഹേരോദാവ് വന്നു. സ്വന്തം പട്ടണത്തിൽ താമസിക്കാൻ മാർഗമില്ലാതെ അലയേണ്ടി വന്ന ഒരു പുത്രൻ യേശുവിനെ യാഗം കഴിക്കാൻ കൊണ്ടു ചെന്നപ്പോൾ ഏറ്റവും വില കുറഞ്ഞ പ്രാൺകുഞ്ഞിനെ യാഗം കഴിച്ചു. ഒരാടിനെ പോലെ യാഗം കഴിക്കാൻ സാമ്പത്തികമില്ലാത്ത വീട്ടിലാ എന്റെ യേശുവപ്പ ജനിച്ചത്. പാപമൊഴികെ സകലത്തിലും നമുക്കിന്ന് ഇല്ലേ 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 എന്ന് പറഞ്ഞ് നാം കിടന്ന് പോകുമ്പോൾ എന്റെ യേശുവപ്പ ഇതെല്ലാം കടന്നു പോയെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് എന്താ പറഞ്ഞ? ഇവൻ തച്ചന്റെ മോൻ. ഹല്ലേലൂയ. അവിടെ ഉപദേഷ്ടാക്കന്മാരും പണ്ഡിതന്മാരെ കൊണ്ട് നിറഞ്ഞ ഒരേറിയ ആയിരുന്നു. ആ വീട്ടിലാണോ യേശുവിനെ ജനിപ്പിച്ചത്? ഇവൻ തച്ചനല്ലയോ? ഇവൻ ആശാരിയ? ഇവൻ പിന്നെ എന്തിനാ ഇത് പറയാൻ യോഗ്യത എന്നാ ആര് ചോദിച്ചേ? പരീശന്മാരും ഒക്കെ. ദൈവമക്കളെ, ഈ നിന്നെല്ലാം കേട്ടത് ആർക്ക് വേണ്ടിയാ? എനിക്ക് വേണ്ടി, എന്നെ നേടാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപമൊഴികെ നമ്മളെ പോലെ പരീക്ഷിക്കപ്പെട്ടു. ഹല്ലേലൂയ. നിത്യവൃത്തിക്ക് വകയില്ലായിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ടാണല്ലോ ഒരു പ്രാൺകുഞ്ഞിനെ കൊണ്ട് പോകേണ്ടി വന്നത്, ഒരാടിനെ വാങ്ങിക്കാൻ. ഇതൊക്കെ നാം ചിന്തിക്കാറുണ്ടോ? ഈ ബൈബിളിലെ വാക്യം നാം ശ്രദ്ധിക്കാറുണ്ടോ? ഇല്ലെന്നേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യും. അമ്മേ സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷത്തില് ഉണ്ട്, അപ്പനും അമ്മയ്ക്കും കീഴടങ്ങിയിരുന്നു 30 വയസ്സ് വരെ. 30-ന് ശേഷം 33.5 വർഷമേ അപ്പൻ കർത്താവിന് വേണ്ടി നിന്നുള്ളൂ. പക്ഷെ ആ 30 വയസ്സ് വരെ ലൂക്കോസിന്റെ സുവിശേഷത്തിലുണ്ട് കീഴടങ്ങിയിരുന്നെന്ന്.
ഹല്ലേലൂയ. ആ വീട്ടിലെ കഷ്ടതയും ദാരിദ്ര്യവും സഹോദരങ്ങളോടൊത്ത്, അപ്പനോടൊന്നിച്ച്, അമ്മയോടൊന്നിച്ച് ആശാരിപ്പണിയും ചെയ്ത് കീഴടങ്ങിയിരുന്നെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞുങ്ങളാണെങ്കിൽ 18 ആവുമ്പോ തൊട്ട് ബുള്ളറ്റ് വേണം, ബൈക്ക് വേണം, അത് വേണം, ഇത് വേണം, മൊബൈൽ വേണം. ഇപ്പോഴത്തെ തലമുറയുടെ കാര്യം. പക്ഷെ എന്റെ യേശുവപ്പ സകലത്തെ ഒരു വാക്കിനാലുള്ള വാക്കിന്റെ പിതാവിന്റെ ഹല്ലേലൂയ ദൗത്യം നിർവഹിക്കാൻ വേണ്ടി ഹല്ലേലൂയ അപ്പൻ ഈ ഭൂമിയിൽ വന്നെല്ലാം സഹിച്ചെങ്കിൽ അത് അവിടെ തന്നെ പറയുന്നു, പാപമൊഴികെ സകലത്തിനും. യശയ്യാപ്രവാചന പുസ്തകത്തിലൊക്കെ ഉണ്ടല്ലോ, രോഗശീലിച്ചവനായിരുന്നെന്ന്. ഹല്ലേലൂയ. അപ്പൊ യേശുപ്പായ്ക്ക് രോഗമുണ്ടായിരുന്നുള്ള തെളിവല്ലേ? ക്രൂശി വെച്ച് ചോദിച്ചല്ലേ, നീ എല്ലാവരെയും ഇതാക്കി നിന്നെ തന്നെ വിടുവിക്ക. നീ എല്ലാരെയും വിടുവിച്ചില്ലേ, നീ ഇപ്പം നിന്നെ തന്നെ വിടുവിക്ക. ശുശ്രൂഷ ചെയ്യുന്നവർക്കെതിരെ വരുന്ന ചോദ്യങ്ങൾ ഇപ്രകാരമുള്ളതാ കേട്ടോ. പുഞ്ചിരിച്ചോണ്ടാ എല്ലാവരും ഇതിനെ ഓവർകം ചെയ്യുന്നത്. ഹല്ലേലൂയ. എന്തുകൊണ്ട് നിങ്ങളെ എല്ലാവരെയും പ്രാർത്ഥിച്ച് ജയമെടുക്കുന്നു? നിങ്ങൾക്ക് എന്തുകൊണ്ടില്ല എന്ന്. അവിടെ എല്ലാം മൗനമായിരിക്കാനേ പറ്റത്തുള്ളൂ. മാതൃകയായിട്ട് ആരുണ്ട്? യേശുവപ്പ. ഹല്ലേലൂയ. പക്ഷെ തക്ക സമയത്ത് ആ യേശുവപ്പ എന്തോ ചെയ്യും? സഹായത്തിനുള്ള കൃപയുമായി കടന്നു വരും. ഇന്ന് പകൽക്കാലം വിശ്വസിക്കാമോ? കേൾക്കുന്ന ചില നിന്ന നല്ലതിനാ, കേൾക്കുന്ന ചില പരിഹാസം നല്ലതിനാ, കേൾക്കുന്ന ചില ആക്ഷേപം നല്ലതിനാ. തൽസമയത്ത് ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടാനാ യേശുവിന്റെ നാമത്തിൽ. ദൈവാത്മാവ് ഈ പകൽക്കാലം വ്യക്തമായി ദൂത് വിളിച്ച് പറയുക, നീ കേൾക്കുന്നത് യേശുവപ്പ ശുശ്രൂഷ ചെയ്യാൻ നിന്നതുപോലെ ഒരു പിതാവിന്റെ ഇഷ്ടം ചെയ്യാൻ ഭൂമിയിൽ വന്ന യേശുവപ്പ നിന്നെയും പരിഹാസവും ആക്ഷേപവും ദാരിദ്ര്യവും സകലതും അനുഭവിച്ചെങ്കിൽ നീ കേൾക്കുന്ന ചില നിന്ന, നീ കേൾക്കുന്ന ചില ആക്ഷേപം, നീ കേൾക്കുന്ന ചില കുത്തുവാക്ക്, അത് കർത്താവിന്റെ നാമത്തിനു വേണ്ടി ആയതുകൊണ്ട് നീ സന്തോഷിച്ചോളാൻ പറയുക. ചൂടാമാന ഹന്താമാന വൈഡൽ പ്രൗഢ ദാസ്യ, നിനക്കുള്ള മറുപടി സ്വർഗം വെച്ചിട്ടുണ്ട്. നിനക്കുള്ള പ്രതിഫലം എന്റെ അപ്പൻ വെച്ചിട്ടുണ്ട്. ദൈവനാമത്തിന് നീ കേൾക്കുന്ന ചിലത്, ദൈവനാമത്തിൽ നീ പരീക്ഷിക്കപ്പെടുമ്പോൾ, നിന്നെ കുത്തുവാക്ക് പറഞ്ഞു വേദനിപ്പിക്കുമ്പോൾ തമ്പുരാൻ പറയുക, പ്രതിഫലം തരുന്ന ഒരു അപ്പനുണ്ട്. ചൂടമന ഹന്തല റബൽ പ്രഭാരകടകനഗസ്യ. ഇന്ന് പകൽ വിശ്വസിക്കണം കേട്ടോ. ഹല്ലേലൂയ. നിന്റെ പരീക്ഷകൾ അപ്പൻ ഏറ്റെടുത്തിരിക്കുക, നിന്റെ ബലഹീനതകൾ അപ്പൻ ഏറ്റെടുത്തിരിക്കുക. തൽസമയത്ത് സഹായവുമായി അപ്പൻ ഇറങ്ങി വരും. അതിനു മുമ്പും വരികയില്ല, അതിന് ശേഷമാകുകയുമില്ല. തൽസമയം നീ ഉറച്ചോ, ഒരു തൽസമയം അപ്പൻ നിനക്കും നിന്റെ തലമുറയ്ക്കും വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. ആമേൻ, 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 ആമേൻ. ഹല്ലേലൂയ. അപ്പൊ തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിക്കാൻ നാം എവിടെ ചെല്ലണം? ധൈര്യത്തോടെ. ആ വാക്ക് കണ്ടോ? ധൈര്യത്തോടെ. ഹല്ലേലൂയ. എവിടെ ചെല്ലണം? കൃപാസനത്തിനടുത്ത്. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ഒരു തൽസമയമുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം ഹല്ലേലൂയ 1-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ 1-ന്റെ സ്തോത്രം 20-ാം വാക്യം, തക്ക സമയത്ത് നിവർത്തി വരുവാനുള്ള എന്റെ ഈ വാക്ക്. മറ്റേ വാക്ക് നമുക്കറിയാം, വിശ്വസിക്കായ്ക കൊണ്ട്. സ്തോത്രം. പക്ഷെ ആ വാക്ക് ഞാൻ ഇപ്പൊ എടുക്കുന്നില്ല. തൽസമയത്ത് അല്ല, തക്ക സമയത്ത് നിവർത്തി വരാനുള്ള എന്റെ ഈ വാക്ക്. അപ്പൊ സെക്കരിയാവിനോട് ദൈവം ആ നിവർത്തിയുടെ സമയം എപ്പോഴെന്നാ പറഞ്ഞേ? തക്ക സമയം. ആരുടെ തക്ക സമയം? സ്വർഗത്തിലെ ദൈവത്തിന്റെ തക്ക സമയം. പക്ഷെ സെക്കരിയാവിന്റെ എലിസബത്തിന്റെയും പ്രതീക്ഷ അറ്റ സമയം.
ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ പ്രതീക്ഷ അസ്തമിച്ചു കഴിയുമ്പോൾ, ഇനി നടക്കേലെന്ന് പറയുമ്പോൾ, ദൂതം വന്ന് പറയുമ്പോൾ നിന്റെ ആ പ്രാർത്ഥനയില്ലായിരുന്നോ? അതിന്റെ മറുപടി ഇന്നാണ്. പക്ഷെ അന്നേരം പറയാം, അപ്പൊ അതിനി നടക്കാൻ പോകുന്നില്ല. നോ. സെക്കൻഡ്യാവ് അതാ പറഞ്ഞു, എങ്ങനെ വിശ്വസിക്കും? ഓൾറെഡി സമയമെല്ലാം കഴിഞ്ഞെന്നേ, ഞങ്ങള് വയസ്സേന്ന് വൃദ്ധരായെന്നേ. ഹല്ലേലൂയ. റേച്ചൽ സിസ്റ്റർ, ദൈവാത്മാ പറയാ, നിനക്കാ തോന്നുന്നത് ഡിലേ ആയെന്ന്, നിനക്കാ തോന്നുന്നത് സമയം കഴിഞ്ഞെന്ന്, നിനക്കാ തോന്നുന്നത് ഇനി അത് നടക്കാലെന്ന്. പക്ഷെ ദൈവം പറയുകയാ, തമ്പുരാന്റെ തക്ക സമയം എന്ന് വെച്ചാൽ ദൈവത്തിന് ചില ഉദ്ദേശമുണ്ട് ആ വിഷയത്തിന്. ഹല്ലേലൂയ. ദൈവത്തിന് ചില പ്രവൃത്തി ഉണ്ട് ആ വിഷയത്തിലൂടെ. ഹല്ലേലൂയ. ദൈവത്തിന് ചില മഹത്വം വെളിപ്പെടണം ആ പദ്ധതിയിലൂടെ. അതുകൊണ്ട് പ്രാർത്ഥനയൊന്നും കുറയ്ക്കണ്ടെന്ന് ദൈവാത്മാ പറയുക. ദൈവത്തിന്റെ തക്ക സമയത്ത് ദൂതൻ വരും, ആ വിഷയത്തിന് നിനക്ക് മറുപടി കൽപ്പിക്കും. യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കണം. പ്രാർത്ഥിച്ച് നീ മാറ്റിവെച്ച, നടക്കലെന്ന് നീ ചിന്തിക്കുന്ന ചില വിഷയത്തിന് മേൽ ദൈവത്തിന്റെ തക്ക സമയമാ, അന്നേരം അപ്പൻ ഇറങ്ങി വരും. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. ഹല്ലേലൂയ. ദൈവമക്കളെ, ഈ വാക്യം വായിക്കുമ്പോൾ നമുക്കറിയാം, തക്ക സമയത്ത് ആര് പറഞ്ഞു? ദൂതൻ ഓൾറെഡി പറഞ്ഞു. പക്ഷെ സെക്കറിയാവിന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാ? പ്രായം ഇത്രയായി, ഇല്ലേ? പക്ഷെ ദൈവം എന്താ ഈ ദൂത്? ദൈവം പറഞ്ഞത് ഇത് തക്ക സമയമാണെന്ന്. മലാഖിയുടെ പ്രവചനത്തിലേക്ക് കടന്നു വരുമ്പോൾ, മലാഖി പ്രവചനം 3-ാം അധ്യായം അതിന്റെ 1-ാം വാക്യത്തിലുണ്ട്, എനിക്ക് മുമ്പായി വഴി നിരത്തേണ്ടതിന് ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു. നിങ്ങൾ അന്വേഷിക്കുന്ന കർത്താവും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിയമദൂതനുമായവൻ പെട്ടെന്ന് തന്നെ മന്ദിരത്തിലേക്ക് വരും. അത് ആരെ പറ്റിയാന്ന് നമുക്കറിയാം. എനിക്ക് മുമ്പായി വഴി നിരത്തേണ്ടതിന്. ആർക്ക് മുമ്പായിട്ട്? നമ്മുടെ യേശുവപ്പയ്ക്ക് മുമ്പായി തൊട്ടു മുമ്പായി വഴി നിരത്തേണ്ടതിന് ഞാൻ എൻ്റെ ദൂതനാരാ? യോഹന്നാൻ. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. അപ്പൊ ദൂതനെ അയക്കുന്ന സമയം ദൈവത്തിന്റെ ദൃഷ്ടിയിൽ തക്ക സമയമാണ്. യേശുവിന് വഴി നിരത്തേണ്ട സമയം എന്ന് വെച്ചാൽ, സ്വർഗത്തിൽ നിന്ന് യേശു എന്നാ ഈ ഭൂമിയിൽ വരേണ്ടതെന്ന് എന്റെ പിതാവ് നിർണയിച്ച ആ സമയത്തിന് അല്പം മുമ്പ്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ജയം. അവിടെ പറയുന്നു, നിങ്ങൾ അന്വേഷിക്കുന്ന കർത്താവും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിയമദൂതനുമായവൻ. നിയമദൂതൻ എന്ന് വെച്ചാൽ ആരാ? യേശു ക്രിസ്തു. ഒന്ന് ദൂതൻ എന്ന് വെച്ചാൽ നിയമദൂതന് മുമ്പിൽ വഴിയൊരുക്കാൻ വരുന്നത് ദൂതൻ എന്ന് വെച്ചാൽ യോഹന്നാൻ. നിയമദൂതൻ എന്ന് വെച്ചാൽ യേശു ക്രിസ്തു. അപ്പൊ യേശു ക്രിസ്തുവിന് വഴിയൊരുക്കാൻ ആര് തക്ക സമയത്തെ വരാൻ പറ്റത്തുള്ളൂ? യോഹന്നാൻ. അത് സെക്കറിയാവിനും എലിസബത്തിനും പ്രായമായോ എന്നുള്ളത് എന്റെ ദൈവത്തിന് വിഷയമല്ല. ഹല്ലേലൂയ. നമുക്ക് ആ വിഷയം പ്രായമായെന്ന്. പക്ഷെ ദൈവം പറയുന്നു, അന്നേരമാ ഒരു അസാധാരണ മറുപടി ലോകം കാണാൻ പോകുന്നത്. അന്നേരമാ ഒരു അസാധാരണ മറുപടി നിന്റെ ചുറ്റുപാട് കാണാൻ പോകുന്നത്. അന്നേരമാ ഒരു അസാധാരണ മറുപടി നിന്റെ കുടുംബക്കാർ കാണാൻ പോകുന്നത്. ഹല്ലേലൂയ. വിവാഹം കഴിച്ച ആദ്യത്തെ ഒരു 2-3 വർഷത്തിനകം ഒരു യോഹന്നാൻ ഉണ്ടായാൽ, അവര് കല്യാണം കഴിച്ചവർക്ക് ഒരു കുഞ്ഞുണ്ടായി, അത്രയും പറയും. പക്ഷെ ദീർഘവർഷങ്ങൾ കാത്തിരുന്നു, ദീർഘവർഷങ്ങൾ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്തു. ഹല്ലേലൂയ. അവിടെ പറയുന്നുണ്ടല്ലോ ആ 1-8 വാക്യത്തിൽ, ആമേൻ, അവൻ കൂറിന്റെ ക്രമപ്രകാരം ദൈവസന്നിധി പുരോഹിതനായി ശുശ്രൂഷ ചെയ്തു വരുമ്പോൾ പൗരോഹിത്യ മര്യാദ പ്രകാരം കർത്താവിന്റെ മന്ദിരത്തിൽ ചെന്ന് ധൂപം കാട്ടുവാൻ അവന് നറുക്ക് വന്നു. അവിടെ ആണെങ്കിൽ ആമേൻ, സ്തോത്രം, കൂറിന്റെ ക്രമപ്രകാരം 24 കൂറിൽ
8ാമത്തെ കൂറാണ് അബിയാക്കൂർ. അവിടെ ശുശ്രൂഷ ചെയ്യുന്ന ആളാര്? സെക്കരിയാവ്. നമുക്കറിയാം സെക്കരിയാവും അവന്റെ ഭാര്യ ആരായിരുന്നു? 1:6 വാക്യത്തിലുണ്ട്. ഇരുവരും ദൈവസന്നിധി നീതിയുള്ളവരും കർത്താവിന്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരുമായിരുന്നു. കേട്ടോ, ദൈവസന്നിധി നീതിയുള്ളവരായിട്ട് അവരുടെ പ്രാർത്ഥനയുടെ മറുപടി എന്തുകൊണ്ട് ഡിലേ ആയി? ഹല്ലേലൂയ. അതുപോലെ കർത്താവിന്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാതെ നടക്കുന്നവർ. ഹല്ലേലൂയ. നാട്ടുകാരില്ലാത്ത കുറ്റം ഒരുപക്ഷെ ഉണ്ടാക്കി കാണും, ഞാനങ്ങ് ചിന്തിക്കുക കേട്ടോ. പക്ഷെ ദൈവത്തിന്റെ സന്നിധിയിൽ അവർ ഇരുവരും നീതിയുള്ളവരായിരുന്നു. ദൈവത്തിന്റെ സന്നിധി നാം ആരാണെന്നുള്ളത് സാക്ഷ്യം മതി. മനുഷ്യര് നമ്മളൊക്കെ എങ്ങനെ നല്ലതായിട്ട് ജീവിച്ചാലും നമ്മളെ പറ്റി നെഗറ്റീവ് പറഞ്ഞു വലിച്ചു താഴെ ഇടാൻ നോക്കും. പക്ഷെ സ്വർഗത്തിന് മുമ്പിൽ സാക്ഷ്യമുണ്ടോ? അതിനപ്പുറം ഒന്നും വേണ്ട. പക്ഷെ ആ സാക്ഷ്യം ദൈവത്താൽ പ്രാപിച്ചാലും നമ്മുടെ ജീവിതത്തിൽ ചില വിഷയം ഡിലേ ആകുമെന്ന്. അത് തിന്മയ്ക്കല്ലെന്ന്, നന്മയ്ക്കാണെന്ന്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ജയം. ലിൻസി സിസ്റ്റർ ദൈവാത്മാവ് പറയുകയാ. ആമേൻ. ദൈവസന്നിധി നീ കരയുന്നു, പ്രാർത്ഥിക്കുന്നു, ദൈവവചനം അനുസരിക്കുന്നു, കൽപ്പനകൾ പ്രമാണിക്കുന്നു, എല്ലാം ശരിയാ. ഹല്ലേലൂയ. പക്ഷെ നിന്റെ ചില വിഷയത്തിന് നീ അഭാവം അനുഭവിക്കുന്നു, ചില വിഷയത്തിന് നീ ഞരങ്ങുന്നു, ചില വിഷയത്തിന് നീ വേദനിക്കുന്നു. സെക്കരിയാവിനെ എലിസബത്തിനെ പോലെ നിന്നാൽ ആവത് നീ ദൈവസന്നിധി നിന്നിട്ട് നീ ചില വിഷയത്തിന് നിന്റെ മനസ്സിനെ തളർത്തുന്നു. സ്വർഗം പറയുക, അപ്പൻ സാക്ഷി വെച്ചിട്ടുണ്ട്, മനുഷ്യരെ നോക്കുകയേ വേണ്ട. അപ്പൻ തക്ക സമയത്ത് ചില മറുപടി നിനക്കും നിന്റെ കുടുംബത്തിലും അയക്കും. നീ മറന്നാലും ദൈവം മറക്കലെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൂത് വിളിച്ച് ഉറപ്പിച്ചു പറയുകയാ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഒരു തക്ക സമയം അത് ഉണ്ട് ദാസിയെ. ആ മറുപടി നിന്റെ കാതുകളിൽ നീ കേൾക്കും, അതിന്റെ മറുപടി നിന്റെ കണ്ണുകൊണ്ട് നീ കാണും. യേശുവിന്റെ നാമത്തിൽ ജയം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ സന്നിധിയിൽ നിന്നിട്ടും എന്തുകൊണ്ട് അപ്പ എന്നാൽ ആവോളം പ്രാർത്ഥിച്ചിട്ടും എന്തുകൊണ്ടെന്ന് ചോദിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് നിരാശ വേണ്ട. അപ്പന്റെ മറുപടി ഏറ്റവും പെർഫെക്റ്റ് ആണെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൂത് വിളിച്ചു പറയുക. ദൈവമക്കളെ, ഹല്ലേലൂയ. ഈ പേരുദോഷം മീൻസ് ഹല്ലേലൂയ. സെക്കരിയാവിനോട് പലരും ചോദിച്ചു കാണും, നീ പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നു, പക്ഷെ നിനക്ക് പകരമായിട്ടൊരു മകനില്ലല്ലോ. പലപ്പോഴും ചോദിച്ചു കാണും, പലരും ചോദിച്ചു മടുത്തു കാണും. പക്ഷെ എല്ലാരും ചോദിച്ച് മടുത്തു കഴിയുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി ആരംഭിക്കുക. ഹല്ലേലൂയ. എല്ലാവരുടെയും നിന്ന കേട്ട് നിന്റെ മനസ്സ് മടുത്തു കഴിയുമ്പോൾ ദൈവം തന്റെ പ്രവൃത്തി സ്റ്റാർട്ട് ചെയ്യും. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ദൈവമക്കളെ, അപ്പൊ ദൈവത്തിന്റെ തക്ക സമയം എന്ന് വെച്ചാൽ എന്നാ? യേശു എന്നാണ് ഈ ഭൂമിയിൽ വരേണ്ടതെന്ന് പിതാവ് നിർണയം വെച്ച ഒരു സമയം ഇല്ലേ? ഹല്ലേലൂയ. അതിന് തൊട്ട് മുമ്പ് വഴിയൊരുക്കാൻ ആര് വരണം? യോഹന്നാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഈ സെക്കരിയാവും എലിസബത്തും എന്തെല്ലാം ഡിലേ ആയാലും അപ്പനെ വിട്ടു പോകത്തില്ലെന്ന് ആർക്കറിയാം? സ്വർഗത്തിലെ ദൈവത്തിനറിയാം. അവൻ എന്തെല്ലാം ആക്ഷേപം കേട്ടാലും പൗരോഹിത്യ ശുശ്രൂഷയിൽ നിന്ന് മാറത്തില്ലെന്ന് ആർക്കറിയാം? സ്വർഗത്തിലെ ദൈവത്തിനറിയാം. ഹല്ലേലൂയ. അപ്പൊ ചിലരെ ദൈവം കഷ്ടതയിൽ മാത്രം ഇടുന്ന എന്താണെന്നറിയോ? എന്ത് വന്നാലും എന്നെ ഇട്ടിട്ട് പോത്തില്ല. അവർക്ക് കഷ്ടത കൂടുതലായിരിക്കുമെന്ന്. ഹല്ലേലൂയ. അവർക്ക് നിന്ന കൂടുതലായിരിക്കുമെന്ന്, അവർക്കെതിരെ ചോദ്യശരം കൂടുതലായിരിക്കുമെന്ന്. നീ പ്രാർത്ഥിച്ചിട്ട് എന്തുകൊണ്ട് ബാക്കിയുള്ളവർക്ക് നടക്കുന്നു, നിനക്ക് എന്തുകൊണ്ടില്ലെന്നുള്ള ചോദ്യം തന്നെ ആയിരിക്കും വരുന്നത്. പക്ഷെ ദൈവം ഒരു ദിവസം ഇറങ്ങും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം ഇറങ്ങി കഴിയുമ്പോ മറുപടി എങ്ങനെയാണെന്നറിയാവോ? ആ 1-ാം അധ്യായം ഹല്ലേലൂയ 65-ാം വാക്യം.
ചുറ്റും പാർക്കുന്ന എല്ലാവർക്കും ഭയമുണ്ടായി. എപ്പോഴാ? യോഹന്നാൻ ഉണ്ടായതിനു ശേഷം പേരിട്ട ദിവസം. അപ്പൊ അതിനു മുമ്പ് കല്യാണം കഴിഞ്ഞ ഉടനെ യോഹന്നാൻ ഉണ്ടായിരുന്നെങ്കിൽ ചുറ്റുമുള്ളവർ ഭയക്കുമോ? അവിടെ ഒരു കൊച്ചുണ്ടായി, പോയി കണ്ടു, വല്ലതും കൊടുത്തെങ്കിൽ തിരിച്ചു പോന്നു. പക്ഷെ ചുറ്റുമുള്ളവർക്ക് ഭയം. എന്ത്? ദൈവത്തിന്റെ പ്രവൃത്തി തക്ക സമയത്ത് ദൈവം വെളിപ്പെടുത്തിയത് കൊണ്ട്. ഒന്ന് സ്തോത്രം പറയാവോ? അപ്പ എന്തുകൊണ്ടാ ചിലത് എന്റെ ജീവിതത്തിൽ താമസിക്കുന്നേ? എന്റെ ചുറ്റുപാടൊന്ന് ഭയക്കും. എന്റെ ദൈവം എനിക്കും എന്റെ തലമുറയ്ക്കും വേണ്ടി ചെയ്യുന്നത് കണ്ട്. കാരണം ദീർഘവർഷങ്ങൾ കരഞ്ഞില്ലേ? ദീർഘവർഷങ്ങൾ ആക്ഷേപം ഏറ്റിട്ടില്ലേ? ദീർഘവർഷങ്ങൾ ചോദ്യത്തിന് മുമ്പിൽ മൗനമായി കരഞ്ഞില്ലേ? ഹല്ലേലൂയ. എന്നിട്ടും അപ്പന്റെ കൽപ്പനകൾ വിടാതെ, എന്നിട്ടും അപ്പനെ വിട്ടുപോകാതെ കൽപ്പനകൾ പ്രമാണിച്ച് പ്രാർത്ഥനയോടും ഉപവാസത്തോടും ആലയത്തിൽ പോയില്ലേ? കിട്ടിയ സമയം ദൈവസന്നിധിയിൽ ഇരുന്നില്ലേ? ഹല്ലേലൂയ. തമ്പുരാൻ പറയാ, ഒരു പ്രതിഫലമുണ്ട്, നിശ്ചയം. നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല. ചൂടാമല ഹംദല റബല രഗന ദിരഗ അർത്ഥന രഗൽ കട രഗത്യ റവൽ പ്രഭ. വിശ്വസിക്കാമോ? അവിടെ ചുറ്റും പാർക്കുന്നവർക്കെല്ലാം ഭയമുണ്ടായി. അടുത്തത്, യഹൂദ്യ മലനാട്ടിലെങ്ങും ഈ വാർത്തയൊക്കെയും പരന്നു. നേരത്തെ ആയിരുന്നെങ്കിൽ ഇത് പരക്കുകയല്ല. ഹല്ലേലൂയ. പക്ഷെ ദൈവം പരക്കുമാറാക്കും കേട്ടോ. കേട്ട നിന്നയ്ക്കനുസരിച്ച് ദൈവത്തിന്റെ മാന്യത ദേശം അറിയും. കേട്ട ആക്ഷേപത്തിനനുസരിച്ച്, നീ കാത്തിരുന്നതിനനുസരിച്ച് പരക്കും മറുപടി. ഇപ്പൊ നമ്മുടെ ഷെറിൻ സിസ്റ്ററോട് ചോദിച്ചാൽ അറിയാം. മക്കളില്ലാതിരുന്നു, വിശ്വാസത്താൽ ഉടുപ്പ് തയ്ച്ച് ബൈബിളിൽ വെച്ച് പ്രാർത്ഥിച്ചവളാ. മുമ്പിൽ ഇരുത്തിക്കൊണ്ടാന്നല്ലോ പറയുന്നേ. ഹല്ലേലൂയ. പക്ഷെ വിവാഹം കഴിഞ്ഞ ഉടനെ കുഞ്ഞുങ്ങളുണ്ടായിരുന്നല്ലോ. അവർക്ക് കുഞ്ഞുണ്ടായി. പക്ഷെ ഇന്നും ആ സാക്ഷ്യം പറയുന്നത് എന്തുകൊണ്ടാ? ദീർഘവർഷങ്ങൾ കാത്തിരുന്ന് ഞാൻ വിശ്വാസത്താൽ ഇത് ചെയ്തത് കൊണ്ട് അപ്പൻ എനിക്ക് തന്നെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ ചില നിന്ന, നമ്മുടെ ചില ജീവിതത്തിന്റെ ചില ആക്ഷേപം, നമ്മുടെ ചില ജീവിതത്തിൽ അനുഭവിക്കുന്ന ചോദ്യം, അത് പിന്നത്തേതിൽ മാന്യതയ്ക്കാണ് കേട്ടോ. അത് സാക്ഷ്യം നിന്റെ വായിലൂടെ പരക്കുമാറാക്കാനാ. യഹൂദ്യ ദേശത്തെല്ലാം പരന്നെന്ന യോഹന്നാൻ ഉണ്ടായത്. ഹല്ലേലൂയ. അതിനുശേഷം കണ്ടോ, ഹല്ലേലൂയ, കേട്ടവരെല്ലാവരും അത് ഹൃദയത്തിൽ നിക്ഷേപിച്ചു. കാരണം ഇത്രയും പ്രായമായതിനു ശേഷം ദൈവം കൊടുത്ത കുഞ്ഞ് ഇനി അവൻ എന്നാ ആയിത്തീരും. ഹല്ലേലൂയ. ജെയിനി സിസ്റ്ററെ വിശ്വസിക്കാമോ? ഹല്ലേലൂയ. ചില വിഷയത്തിന് ഇതുപോലെ കേട്ടോ, കേട്ട് കേട്ട് മടുത്തു, വേദനിച്ചു വേദനിച്ചു മടുത്തു, കരഞ്ഞ് കരഞ്ഞു മടുത്തു. ഹല്ലേലൂയ. ആക്ഷേപം കേട്ടു മടുത്തു. പക്ഷെ അപ്പ പറയുകയാ, ഇറങ്ങി വരാൻ പോവാ. നിന്റെ നാവിലൂടെ ചില വാർത്ത അറിയിക്കാൻ, നിന്റെ നാവിലൂടെ ചില വർത്തമാനം ഘോഷിക്കാൻ, നിന്റെ നാവിലൂടെ ചില ദൈവിക വിടുതല, നിന്റെ ദേശം അറിയാൻ ദൈവത്തിന്റെ ചില പ്രവൃത്തി ദാസിയെ നിനക്ക് വേണ്ടി നിന്റെ കുടുംബത്തില് ഇറങ്ങി വരാൻ പോകുകയാണെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൂത് വിളിച്ചു പറയുകയാണ്. നീ വിശ്വസിക്കണം. ഒരു സെക്കരിയാവിനും അല്ലെങ്കിൽ ഒരു എലിസബത്തിനും ദൈവം എങ്ങനെയാ മറുപടി കൽപ്പിച്ചത്, ആ മാന്യത പോലെ തന്നെ ദാസിയെ നിന്റെ ജീവിതത്തിൽ ചുറ്റുമുള്ളവർ ആശ്ചര്യപ്പെടുമാർ നിന്റെ കണ്ണീരിന്, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൂത് വിളിച്ചു പറയുക. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ദൈവമക്കളെ, യോഹന്നാൻ ജനിച്ചു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലൊക്കെ ഉണ്ട്, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അതിന് യേശു എന്ന പേരിടണം. അപ്പം ആ വാക്യം വെച്ച് നോക്കുമ്പോൾ മറിയ എവിടെ വരെ ലെവലിൽ എത്തണം? കന്യക എന്ന ആ പദവിയിൽ എത്തണം, ഇല്ലേ? ഒരു കുഞ്ഞിനെ ഗർഭം ധരിച്ച് പ്രസവിക്കുന്ന ആ ലെവലിലേക്ക് എത്താൻ അവളുടെ പാക
പ്രായമായപ്പോഴാ യേശു മറിയയുടെ ഉള്ളിൽ ഉരുവാകുന്നത്. അപ്പൊ അതൊരു തക്ക സമയല്ലേ. ഓൾറെഡി ദൈവം കണ്ടത് യേശുവിനെ മറിയയുടെ ഉള്ളിൽ തന്നെ ഉരുവാകാന്. അപ്പൊ എലിസബത്ത് പ്രായമാകും, അതാർക്കറിയാം? ദൈവത്തിനറിയാം. പ്രായമായാലും വേണ്ടിയില്ല, മറിയ പ്രായമാകണം. രണ്ടും കൂടെ ഒത്തുവരണം. ഹല്ലേലൂയ. എലിസബത്തിന്റെ പ്രായം അവര് സഹിക്കും, മറിയയും പ്രായമായ ആ ലെവലിലെത്തണം. അതാണ് തക്ക സമയം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വാഗ്ദത്ത പൂർത്തീകരണം ഇത് രണ്ടും കൂടെ ഒന്നിച്ചു വരണം. എന്റെ യേശുവേ ലോകത്തിന് കാട്ടിക്കൊടുക്കാനുള്ള യോഹന്നാനും പുറത്തു വരണം. അതിന് 6 മാസം ശേഷം പിതാവാം ദൈവം അയക്കുന്ന, ദൗത്യവുമായി അയക്കുന്ന യേശുവും പുറത്തു വരണം. ഈ രണ്ടിന്റെയും കൂടെ ഇടയ്ക്കുള്ള ദൈവിക സമയമാണ് തക്ക സമയം. അതും ചാർച്ചക്കാരിൽ ഒരുത്തി. ഇനി ആ വാക്കൊക്കെ ഒത്തിരി അങ്ങ് സന്തോഷിക്കും. എല്ലാ വീട്ടിലും അല്ല ഇവർ രണ്ടുപേരും ഉണ്ടായത്. യേശുവിനെ കാണിച്ചു കൊടുക്കണ്ട യോഹന്നാൻ ഉണ്ടായത് കുടുംബത്തിൽ തന്നെ. അവിടെ ആമേൻ സ്തോത്രം 1:36 വാക്യത്തിലുണ്ട്, നിന്റെ ചാർച്ചക്കാരത്തി എലിശബെത്തും വാർദ്ധക്യത്തിൽ ഒരു മകനെ ഗർഭം ധരിച്ചു. അമ്മച്ചി എന്ന് പറഞ്ഞവൾക്ക് ഇത് 6-ാം മാസം. കേട്ടോ, ദൈവത്തിന്റെ കരുതൽ നോയിക്കാന്ന്. വാർദ്ധക്യത്തിലായിരിക്കുന്ന എലിസബത്ത്. ഓ ഹല്ലേലൂയ. ലോകം മച്ചി എന്ന് വിളിച്ചവൾക്ക് ഇത് 6-ാം മാസം. ചിലപ്പോ പേര് മാറാൻ പോവാ കേട്ടോ. ലോകം ഇട്ടിരിക്കുന്ന ചില പേരുണ്ടല്ലോ. നിന്നിലൂടെ നടക്കത്തില്ലെന്ന് പറയുന്ന, നിന്റെ കുടുംബത്തിൽ നടക്കത്തില്ലെന്ന് പറയുന്ന, നിന്റെ തലമുറയിൽ നടക്കത്തില്ലെന്ന് പറഞ്ഞ ലോകം ഇട്ടിരിക്കുന്ന ചില പേര്, അതിന്ന് പകലിൽ മാറുന്ന പകല. വിശ്വസിക്കാമോ? എന്റെ ചുറ്റുപാട് എനിക്കിട്ടിരിക്കുന്ന ചില നിന്നയുടെ പേർ, എന്റെ കുടുംബക്കാർ എനിക്കിട്ടിരിക്കുന്ന, എന്റെ തലമുറക്കിട്ടിരിക്കുന്ന, എന്റെ ജീവിതത്തെ നോക്കി പറയുന്ന ചില നിന്നയുടെ ആക്ഷേപത്തിന്റെ പേർ ഇന്ന് പകൽക്കാലം നീങ്ങുന്ന പകല. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കൊള്ളരുതാത്തവളെന്ന് മാറ്റിയിട്ടിരിക്കുന്ന ചില പേർ സ്വർഗം പറയുക ഇന്ന് പകൽ മാറുന്ന പകല. ആർക്കു വേണ്ടി? വിശ്വസിക്കുന്നവർക്ക് വേണ്ടി. യേശുവിന്റെ നാമത്തിൽ ചിലത് സംഭവിക്കട്ടെ കർത്താവേ. മച്ചിയെന്ന്, കഴിവില്ല, നടക്കേലെന്ന് പറഞ്ഞു നോക്കി വിധി എഴുതിയിരിക്കുന്ന ചില പേർ ചില കുടുംബത്തിൽ നിന്ന് മാറിപ്പോകട്ടെ. ചില തലമുറകളെ നോക്കി ഒന്നിനും തൊടുവില്ല, അത് നടക്കേല, അവരിൽ കൂടി നന്മ അനുഭവിക്കാലെന്ന് ഭവനാന്തരീക്ഷത്തിൽ നിന്ന് പോലും വിളിച്ചു പറയുന്ന ചില ആക്ഷേപത്തിന്റെ വാക്കുകൾ ഇന്ന് പകൽ തകരുന്ന പകലാകട്ടെ. വിശ്വസിച്ചോണേ, വിശ്വസിച്ചോണേ, എന്റെ പേരിന്ന് മാറുന്നതിനാ. യേശുവിന്റെ നാമത്തിൽ ജയം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, അത് എലിശബെത്ത് തന്നെ വിളിച്ചു പറഞ്ഞു. 1-ാം അധ്യായം ആമേൻ സ്തോത്രം 25-ാം വാക്യത്തിൽ വ്യക്തമായിട്ടുണ്ട്. എലിശബെത്ത് ഗർഭം ധരിച്ചു. മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന നിന്ന നീക്കുവാൻ കർത്താവിനെ കടാക്ഷിച്ച നാളിൽ ഇങ്ങനെ എനിക്ക് ചെയ്തു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് 5 മാസം ഒളിച്ചു വാർത്തു. കേട്ടോ, മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായ നിന്ന. 5 മാസം എന്തിനാ ഒളിച്ച? ഇത്രയും പ്രായമായിട്ട് എങ്ങനെ ആൾക്കാരോട് പറയും? പക്ഷെ 5 മാസമേ പറ്റത്തുള്ളൂ. 5 മാസം കഴിയുമ്പോൾ വയറൊക്കെ വലുതായി, നമ്മളെല്ലാം കടന്നു പോയതാണല്ലോ. പിന്നെ ഒളിപ്പിക്കാൻ പറ്റത്തില്ല. പിന്നെ വാഗ്ദത്തം എല്ലാരും കാണാൻ തുടങ്ങും. ഹല്ലേലൂയ. കാരണം വാഗ്ദത്തം കാണും. ഇത്രയും വർഷം നിന്നില്ലേ, കാണും, നിന്ന മാറും. അവിടെ പറയാം, മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായ നിന്ന. ഇന്ന് പകൽ വിശ്വസിക്കാമോ? മനുഷ്യരുടെ ഇടയിൽ കേൾക്കുന്ന നിന്ന മാറുന്ന ദിനമാണ്.
യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ വിശ്വസിക്കണം, നിന്റെ നിന്ന മാറുന്നത് തക്ക സമയത്താ. നിന്റെ പ്രാർത്ഥനയുടെ ഉത്തരം തക്ക സമയത്താ. ഹല്ലേലൂയ. ആ 1 ആമേ സ്തോത്രം 13 വാക്യത്തില് ഉണ്ട്, ദൂതനവനോട് സെക്കരിയാവേ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. നേരത്തെ അല്ല, താമസിച്ചല്ല, യേശു വരാൻ പോകുക. അതിനു മുമ്പ് നിന്റെ തക്ക സമയം, എന്റെ തക്ക സമയത്ത് നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. എലിസബത്ത് പറയുക, മനുഷ്യരുടെ ഇടയിൽ ഞാൻ അനുഭവിച്ച നിന്ന മാറാൻ തക്ക സമയം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മച്ചി എന്ന പേര് മാറിയത് തക്ക സമയം. ഹല്ലേലൂയ. ഈ അനുഭവങ്ങൾക്ക് വേണ്ടിയാ ഇത്രയും നാളും കാത്തിരുന്നത്. പക്ഷെ ദൈവത്തിന്റെ തക്ക സമയമുണ്ടല്ലോ, അത് ദൈവത്തിന്റെ പ്രവർത്തിക്കാനുള്ള സമയം തന്നെ. വിശ്വസിക്കണം കേട്ടോ. നാം ഇന്ന് കടന്നു പോകുന്ന ചില അനുഭവം, വിശ്വസ്തരായി നിന്നിട്ടും നീതിയോടെ നിന്നിട്ടും അപ്പന്റെ കൽപ്പനകൾ പ്രമാണിച്ചിട്ടും അപ്പന്റെ പാദത്തിൽ ഇരുന്നിട്ടും അപ്പന്റെ മുഖത്തേക്ക് നോക്കിയിട്ടും ഇന്ന് അനുഭവിക്കുന്ന ചില ശോധന, ഇന്ന് അനുഭവിക്കുന്ന ചില വേദന, ഇന്ന് അനുഭവിക്കുന്ന ചില നിന്ന, ഇന്ന് അനുഭവിക്കുന്ന പ്രാർത്ഥനയുടെ മറുപടിയുടെ ഡിലേകൾ എല്ലാം സാക്ഷ്യം പറയാനാ. ഹല്ലേലൂയ. സ്വന്തം നാവ് കൊണ്ട് സാക്ഷ്യം പറയാനാ. മനുഷ്യരുടെ ഇടയിൽ എന്റെ നിന്ന നീക്കിയ നാൾ എന്റെ ദൈവത്തിന്റെ തക്ക സമയം. ഹല്ലേലൂയ, സ്തോത്രം. എന്റെ സമയമൊക്കെ തീരാൻ പോവാ. ഒരു വിഷയം കൂടെ മാത്രം പറഞ്ഞിട്ട്. ഹല്ലേലൂയ. അനേക വിഷയങ്ങളുണ്ട് തക്ക സമയത്ത്. ഹല്ലേലൂയ. എന്നാൽ ഒരു വിഷയം കൂടെ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞിട്ട് വേഗത്തിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. സങ്കീർത്തനത്തിലേക്ക് കടന്നു വരുമ്പോൾ സങ്കീർത്തനത്തിന്റെ പുസ്തകം 104 ഒരു വാക്യമുണ്ട്, 27 വാക്യം. തക്ക സമയത്ത് തീൻ കിട്ടേണ്ടതിന് ഇവയൊക്കെയും നിന്നെ കാത്തിരിക്കുന്നു. തീന്ന് വെച്ചാൽ ആഹാരം ഇല്ലേ? അപ്പൊ തക്ക സമയത്ത് എന്നാ വേണം? ആഹാരം ലഭിക്കണം. അതിന് ഇവയൊക്കെയും നിന്നെ കാത്തിരിക്കുന്നു. അപ്പൊ കാത്തിരിക്കുന്നവർക്ക് തക്ക സമയത്ത് സ്വർഗത്തിലെ ദൈവം തീ എത്തിക്കും. ഏത് വിഷയത്തിനാ വിശപ്പ് നിന്റെ അടക്കേണ്ടത്, ഏത് വിഷയത്തിനാ നീ വിശന്നിരിക്കുന്നത്, ഏത് വിഷയത്തിനാ നീ വിശന്ന് അപ്പാ എനിക്ക് മറുപടി കിട്ടിയേ മതിയാവൂ എന്ന് പറഞ്ഞ് അപ്പന്റെ മുമ്പിൽ വിശപ്പോടിരിക്കുന്നത്, അപ്പ പറയ കാത്തിരിക്കുന്ന എന്റെ കുഞ്ഞേ, നിനക്ക് വേണ്ടി ഞാൻ തക്ക സമയത്ത് ആ വിഷയത്തിന് തീനെത്തിക്കും. ഹല്ലേലൂയ. അവിടെ ഇവയൊക്കെ നിന്നെ കാത്തിരിക്കുന്നെന്ന് പറഞ്ഞിട്ട് നാം വായിക്കുമ്പോൾ അറിയാം, ഒരാൾക്ക് വേണ്ടി മാത്രമല്ല. ആമേ, സ്തോത്രം. അതിന്റെ 17 വാക്യം തൊട്ട് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. പെരുഞ്ഞാറയുടെ പേര് പറയുന്നുണ്ട്. പെരുഞ്ഞാറ്. ഹല്ലേലൂയ. പെരുഞ്ഞാറയ്ക്ക് തക്ക സമയത്ത് ആര് തീനെത്തിക്കും? സ്വർഗത്തിലെ അപ്പൻ. അവിടുന്ന് ഇങ്ങോട്ട് 18 വാക്യത്തിൽ കണ്ടോ, കാട്ടാടുകള്, കുഴിമുയല്. വീട്ടിലെ ആടിനൊക്കെ ആര് കൊടുക്കും? ഈ ഇലയൊക്കെ അടത്തി വീട്ടുകാർ കൊടുക്കും. പക്ഷെ കാട്ടി വളരുന്നതിന് ആരും ഒന്നും കൊടുക്കാനില്ല. വീട്ടിൽ വളരുന്ന മുയലിന് നമ്മൾ അതിന് എന്താ കൊച്ചു കൊച്ചു പോച്ചയൊക്കെ പറിച്ചു കൊടുത്തില്ലേ? പക്ഷെ കാട്ടിലെ മുയലിന് ആരെങ്കിലും വല്ലതും കൊടുക്കുവോ? അതിന് തമ്പുരാൻ കൊടുത്തേ ഒക്കൂ. എന്ന് വെച്ചാൽ ആരും ആശ്രയത്തിനില്ലാത്തവര്, ആരും ഒരു പേരത്തെ ഭക്ഷണം കൊടുക്കാനില്ലാത്തവര്, അല്ലെങ്കിൽ ആരും സഹായിക്കാനില്ലാത്തവർക്ക് കാത്തിരിക്കുന്നത് എവിടോട്ടാ? അപ്പന്റെ മുഖത്തേക്ക്. അപ്പൊ നാളെ എന്റെ കുഞ്ഞുങ്ങൾക്ക് ഫീസ് അടയ്ക്കണം, നാളെ ഈ ലോണിന്റെ വിഷയത്തിന് മറുപടി വേണം, നാളെ എന്റെ വീടിന്റെ വാടക കൊടുക്കണം, നാളെ എന്റെ കുഞ്ഞിന്റെ കാര്യം ഇന്നതാന്ന് പറയും. മനുഷ്യരില്ല സഹായിക്കാൻ. നോക്കിയിരിക്കുന്ന എങ്ങോട്ടാ? കാത്തിരിക്കുന്ന എങ്ങോട്ടാ? അപ്പയുടെ മുഖത്തേക്ക്. അപ്പൊ പറയാം, മനുഷ്യർ പോഷിപ്പിച്ചുകൊണ്ട് നടന്ന്, മനുഷ്യർ സഹായിക്കുന്ന, മനുഷ്യർ തീറ്റയിട്ട് കൊടുക്കുന്ന, മാനുഷികമായ നിലയിൽ സപ്പോർട്ടുള്ള പലരും ഒരു വശത്തുണ്ട്. അവരവിടെ കിടക്കട്ടെ. പക്ഷെ ആരുമില്ലാത്ത, മുകളിൽ നിന്ന് മാത്രമേ ഉള്ളൂ വിഷയത്തിന് മറുപടി, മുകളിൽ നിന്ന് മാത്രമേ ഉള്ളൂ പ്രാർത്ഥനയുടെ മറുപടി. വാസം പോലും കാട്ടില, ഭവനത്തിൽ പോലും ഒരു സ്വന്തമായി ഭവനത്തിൽ
അങ്ങനെയുള്ള ചെറിയൊരു ജീവിയെ ദൈവം കരുതുന്നെങ്കിൽ, ഹല്ലേലൂയ, സ്വന്തം സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച എന്നെയും നിന്നെയും പോറ്റാതെ പോകുമോ? ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ ജയം. അവിടെ പെരുഞ്ഞാറ, കാട്ടാട്, കുഴിമുയല്. 21-ാം വാക്യത്തിൽ ആമേൻ പറയുന്നു, ബാലസിംഹങ്ങൾ. ബാലസിംഹങ്ങൾ എന്ന് വെച്ചാൽ കൊച്ചു സിംഹം ഇല്ലേ, അത് ഇരയ്ക്കായിട്ട് അലറുക. അപ്പ അമ്മ അവരൊക്കെ കൊണ്ടു കൊടുക്കണല്ലോ കൊച്ചു കുഞ്ഞിന്. ഹല്ലേലൂയ. അങ്ങനെയുള്ളതിനും ആര് കൊടുക്കുമെന്ന് തക്ക സമയത്ത് തീൻ, സ്വർഗത്തിലെ ദൈവം. അതിനുശേഷം 23-24 വാക്യത്തിൽ വരുമ്പോൾ വലിപ്പവും വിസ്താരവുമായുള്ള സമുദ്രം അതാ കിടക്കുന്നു, അതിൽ സഞ്ചരിക്കുന്ന ചെറിയതും വലുതുമായ അസംഖ്യം ജന്തുക്കളുണ്ട്, അതിൽ കപ്പലുകൾ ഓടുന്നു, അതിൽ കളിപ്പാൻ നീ ഉണ്ടാക്കിയ ലിവ്യാതാനുണ്ട്, തക്ക സമയത്ത് തീൻ കിട്ടേണ്ടതിന് ഇവയൊക്കെ നിന്നെ കാത്തിരിക്കുന്നു. ആ കണ്ടോ ആ വാക്യം? കടലിലെ ചെറിയ മീന്, നമ്മുടെ കൺദൃഷ്ടിയിൽ ഞങ്ങളൊക്കെ നാട്ടിൽ പറയുന്ന ചൂട അല്ലെങ്കിൽ നത്തോലി, അതല്ലേ ഏറ്റവും ചെറിയ മീനായിട്ട് നാം കാണുന്നത് ഇല്ലേ? അതൊന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇത് എത്ര സമയം ഇരുന്ന് ഒന്ന് ക്ലിയർ ചെയ്താലോ, ഒന്ന് വയ്യ, പുറം വയ്യ എന്ന് പറയും. ഏറ്റവും ചെറിയ മീൻ, അതിന് ഇച്ചിരി ആഹാരം മതി ഇല്ലേ? പക്ഷെ വലിയ ലിവ്യാതാനോ തിമിംഗലത്തിനോ ചെറുത് മതിയോ? അല്ല, അതിന്റെ വയറ് നിറയാൻ ആവശ്യത്തിന് വേണം. അപ്പോ ചെറിയ, അവിടെ പറയുന്നുണ്ടോ ആമേൻ, വലിപ്പവും വിസ്താരമുള്ള സമുദ്രമുണ്ട്, അതിൽ സഞ്ചരിക്കുന്ന ചെറിയതിനും വലിയതിനും ലിവ്യാതാനും. ഈ ലിവ്യാതാന്റെ തലയെ തകർത്ത കാടപ്പക്ഷിയായിട്ട് ആര് കൊടുത്തത്? മരുഭൂമിയിൽ മന്ന. എന്റെ ജനത്തിന് ഇറച്ചി, മന്ന അല്ല, ഇറച്ചി ദിനംതോറും കഴിക്കാൻ ഹല്ലേലൂയ എന്റെ അപ്പ കൊടുത്തത്. അപ്പൊ ചെറിയ നത്തോലി മീനെയും ദൈവം കാണുന്നുണ്ട്, വലിയ ലിവ്യാതാനെ. അതിന് ഇവയൊക്കെയും നിന്നെ കാത്തിരിക്കുന്നു തക്ക സമയത്ത് തീൻ കിട്ടാൻ. അവിടെ പറയുന്നുണ്ടോ, നീ കൊടുക്കുന്നതിനെ അവ പെറുക്കുന്നു. അപ്പൊ ഇവയ്ക്കെല്ലാം ആഹാരം കൊടുക്കുന്ന ആരാ? സ്വർഗത്തിലെ ദൈവം. ദൈവം കൊടുക്കുമ്പോഴേ അതിനും ഭക്ഷിപ്പാൻ പറ്റത്തുള്ളൂ. നീ കൊടുക്കുമ്പോൾ അവ പെറുക്കുന്നു, തൃക്കൈ തുറക്കുമ്പോൾ അവയ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുന്നു. എന്ന് വെച്ചാൽ സ്വർഗം ഇവർക്ക് വേണ്ടി ചെയ്താൽ അവർക്ക് തൃപ്തിയാ കേട്ടോ. അപ്പൊ നമുക്ക് വേണ്ടി ദൈവം കരുതാതെ പോകുമോ? ഇല്ലെന്നേ. 145-ാം സങ്കീർത്തനത്തിലേക്ക് കടന്നു വരുമ്പോൾ ആമേ സ്തോത്രം 14 മുതലുള്ള വാക്യത്തിൽ നമ്മുടെ പേരും ഉണ്ട്. ഹല്ലേലൂയ. വീഴുന്നവരെ ഒക്കെയും യഹോവ താങ്ങുന്നു, കുനിഞ്ഞിരിക്കുന്നവരെ ഒക്കെ അവൻ നിവർത്തുന്നു, എല്ലാവരുടെയും കണ്ണ് നിന്നെ നോക്കി കാത്തിരിക്കുന്നു, നീ തൽസമയത്ത് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു, നീ തൃക്കൈ തുറന്ന് ജീവനുള്ളതിനൊക്കെയും പ്രസാദം കൊണ്ട് തൃപ്തി വരുന്നു. അപ്പൊ നമ്മെ വെറുതെ വിടത്തില്ല എന്റെ അപ്പ. നാം കുനിഞ്ഞിരിക്കുന്നത് ആര് കാണുന്നു? നാം വേദന കൊണ്ട്, നാം വിശപ്പ് കൊണ്ട്, വിഷയങ്ങളുടെ ആധിക്യം കൊണ്ട് തല ഉയർത്താൻ മര്യാദ കുനിഞ്ഞിരിക്കുന്നത് കാണുന്ന അപ്പൻ. ഹല്ലേലൂയ. നാം വീണു പോയത് കാണുന്ന അപ്പൻ. ഹല്ലേലൂയ. പറയുക, വീഴുന്നവരെയൊക്കെ താങ്ങുന്ന എന്റെ അപ്പൻ, കുനിഞ്ഞിരിക്കുന്നവരെ ആമേൻ സ്തോത്രം ഉയർത്തുന്ന അപ്പൻ. എല്ലാവരുടെയും കണ്ണ് എങ്ങോട്ട്? അപ്പനെ നോക്കുന്ന കണ്ണിന് ഒരിക്കലും മറയ്ക്കാൻ ദൈവം അനുവദിക്കുകയില്ല. നോക്കി കാത്തിരിക്കുന്നവർക്ക് വേണ്ടി അവിടെ പറയുന്നു, തൽസമയത്ത് എന്നാ നന്മ കൊണ്ട് നീ തൽസമയത്ത് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു, നീ തൃക്കൈ തുറന്ന് ജീവനുള്ളതിനൊക്കെയും പ്രസാദം കൊണ്ട് തൃപ്തി വരുത്തുന്നു. അപ്പൊ കാത്തിരിക്കുന്ന ഒരു ദൈവ പൈതലിന് ദൈവത്തിന്റെ പ്രസാദം കൊണ്ട് ദൈവം തൃപ്തി വരുത്തു. എപ്പോൾ? തക്ക സമയത്ത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ കാത്തിരിപ്പിനൊരു സമയമുണ്ട്, തൃപ്തിയോടുകൂടിയുള്ള മറുപടിക്കും ഒരു സമയമുണ്ട്. ഹല്ലേലൂയ. വിശ്വസിക്കാമോ? കർത്താപ്പച്ച, തക്ക സമയത്ത് അങ്ങ് എനിക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ മതി. ഹല്ലേലൂയ. അനേക വിഷയങ്ങൾ ബൈബിളിലുണ്ട് കേട്ടോ.
എസെക്കിയേലിന്റെ പുസ്തകത്തിൽ വരുമ്പോൾ ദൈവിക അനുഗ്രഹം തക്ക സമയത്ത്, യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ വരുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി തക്ക സമയത്ത്, റോമാലേഖനത്തിൽ കടന്നു വരുമ്പോൾ നാം ബലഹീനരായിരിക്കുമ്പോൾ ക്രിസ്തു തക്ക സമയത്ത് നമുക്ക് വേണ്ടി, അഫക്തർക്ക് വേണ്ടി മരിച്ചു. അതുകൊണ്ടല്ലേ നാം ഇന്നെല്ലാവരും ഇങ്ങനെ ആയിരിക്കുന്നത്. ഹല്ലേലൂയ. 1 തിമോത്തിയോസിലേക്ക് കടന്നു വരുമ്പോൾ യേശുവിനെ കുറിച്ച് നാം ലോകത്തോട് സാക്ഷ്യം പറയേണ്ടത് തക്ക സമയത്ത്, എന്ന് വെച്ചാൽ നാം സമയം വേസ്റ്റ് ആക്കല്ല. പൗലോസ് പറയുന്നു തക്ക സമയത്ത് സാക്ഷ്യം പറയാൻ എന്നെ അയച്ചിരിക്കുന്നു. അപ്പൊ യേശുവിനെ കുറിച്ചുള്ള സാക്ഷ്യം പറയേണ്ട നമ്മുടെ ദൗത്യം നാം തക്ക സമയത്ത് നിവർത്തിച്ചോണം. നാളെ എന്നത് നമുക്കില്ല. ഇന്ന് എന്നെ കേൾക്കുന്ന ആരെങ്കിലും എന്റെ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചില്ല എങ്കിൽ ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം. എന്റെ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് അപ്പന് വേണ്ടി ഹൃദയത്തെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ആ ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റെങ്കിലേ, മരണ പുനരുത്ഥാനത്തോട് ചേർന്നെങ്കിലേ, മരണത്തോട് അനുരൂപപ്പെട്ടാലേ പുനരുത്ഥാനത്തോട് കാഹളം ധ്വനിക്കുമ്പോൾ ക്രിസ്തുവിനോട് ചേരാൻ സ്നാനമേറ്റ, ജലത്തിൽ മുങ്ങി സ്നാനമേറ്റ ഒരു വ്യക്തിക്ക് മാത്രമേ പുനരുത്ഥാനത്തിന്റെ ശക്തിയോടെ ഏകീഭവിക്കാൻ പറ്റൂ. ഹല്ലേലൂയ. കാഹളം കേൾക്കുമ്പോൾ നാം ഉയരണമോ? പലർക്കും പറ്റാത്ത അവസ്ഥ. എന്റെ മമ്മി ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്നയാ. തിരിച്ചു സ്നാനപ്പെട്ട് വരുമ്പോൾ എന്റെ അപ്പച്ചൻ നിന്നത് കവളം മടലുമായിട്ടാ. എന്റെ മമ്മി പുറകോട്ട് പോയില്ല കേട്ടോ. ഹല്ലേലൂയ. എന്റെ 5ാം വയസ്സിലാ എന്റെ മമ്മി സ്നാനപ്പെടുന്ന. അപ്പച്ചൻ അറിയാതെ മമ്മിയുടെ വീട്ടിൽ പോവാന്ന് പറഞ്ഞ അടൂര് പോയി സ്നാനപ്പെട്ടതാ. ഭാര്യാപുരം ഓനാച്ചാൻ എന്ന് പറഞ്ഞ ആ ദൈവദാസന് ഹല്ലേലൂയ സുവിശേഷം പറഞ്ഞു കൊടുത്ത. അങ്ങനെ എന്റെ മമ്മി ഒറ്റയ്ക്ക് വന്നതാ. അതുകൊണ്ടാ ഇന്ന് ചങ്കൂറ്റത്തോടെ എന്റെ അപ്പനെ ഉയർത്താൻ ഈ എളിയവൾക്കും ദൈവം ഭാഗ്യം തന്നത്. ഹല്ലേലൂയ. തക്ക സമയത്ത് സുവിശേഷം കേട്ടത് കൊണ്ടാ, കേൾക്ക മാത്രമല്ല അതനുസരിച്ചത് കൊണ്ടാ. ഹല്ലേലൂയ. സ്തോത്രം. ദൈവമക്കളെ, നമ്മുടെ മരണമാണോ അപ്പയുടെ മരണമാണോ നാം അറിയുന്നില്ല. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ 24-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് ഇവിടെ കാണാം കർത്താവിന്റെ വരവ് തക്ക സമയത്ത്. നിങ്ങൾ വായിച്ചാൽ മതി. യുദ്ധങ്ങളെ, യുദ്ധശ്രുതികളെ കേൾക്കും. ഹല്ലേലൂയ. ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങൾ അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. പക്ഷെ അപ്പവാതുക്കെ വന്നു കേട്ടോ, നമ്മുടെ മരണമാണോ അപ്പന്റെ വരവാണോ അത് തക്ക സമയത്ത് നടക്കും. പിതാവല്ലാതെ ഭൂമിയിൽ ഒരു മനുഷ്യൻ പുത്രനും കൂടെ അറിയത്തില്ലെന്നാ. ഹല്ലേലൂയ. അതുപോലെ യോബിന്റെ പുസ്തകം 5:24 തൊട്ട് വായിക്കുമ്പോൾ തക്ക സമയത്ത് കറ്റക്കൂമ്പാരം അടുക്കി വെക്കുന്നത് പോലെ നീ പൂർണ്ണ വാർദ്ധക്യത്തിൽ കല്ലറയിൽ കിടക്കും. നമ്മുടെ മരണം തക്ക സമയത്ത്. ഹല്ലേലൂയ. അനേക വിഷയങ്ങളുണ്ട് ബൈബിളിൽ. പക്ഷെ തക്ക സമയത്ത് നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ഒരപ്പൻ. ഇന്ന് പലകാലം വിശ്വസിക്കണം, എന്റെ പ്രാർത്ഥന ഡിലേ അല്ല, എന്റെ മറുപടി ഡിലേ അല്ല, എന്റെ തലമുറയുടെ ഭാവി ഡിലേ അല്ല, അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്ന ഡിലേ അല്ല, അവരുടെ വിവാഹം നടക്കാതിരുന്നത് ഡിലേ അല്ല. അപ്പന് തക്ക സമയം, ആ സമയത്ത് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ചുറ്റുപാട് കാണുക, ജനം കാണുക, ബന്ധുക്കൾ കാണുക, ദൈവത്തിന് മഹത്വം തരുവാൻ ദൈവം എനിക്ക് വേണ്ടി, എന്റെ കുടുംബത്തിന് വേണ്ടി വൻകാര്യങ്ങളെ ചെയ്യും എന്ന വിശ്വാസത്തോടെ നമുക്കായിരിക്കാം. ഇങ്ങനെ ഒരു അവസരം തന്നെ ദേവദാസിയോടുള്ള നന്ദി അറിയിക്കുന്നു. മാറാനാഥ, കർത്താവ് വരാനായി. ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. കർണലേപ്പാന കൃപാസനത്തിന്റെ അടുത്ത് ചെല്ലുക എന്ന് പറഞ്ഞ ആ ആഹ്വാനത്തോട് കൂടി തുടങ്ങിയ ഹല്ലേലൂയ സ്തോത്രം. ആ കർത്താവിന്റെ വചനം, ദൈവികമായ ദൂത് ഹല്ലേലൂയ സ്തോത്രം നമ്മളെല്ലാവരോടും അറിയിപ്പിച്ചല്ലോ. ഹല്ലേലൂയ സ്തോത്രം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരും അനുഗ്രഹമാക്കി തീർത്തേന ആ സ്തോത്രം. കഴിഞ്ഞ രാത്രിക്കാരി ഞാൻ ദൈവത്തിന്റെ സന്നിൽ ഇരുന്നപ്പോൾ എന്നോടും ദൈവം ഇടപെട്ട വാക്യം തന്നെയായിരുന്നു ഹല്ലേലൂയ സ്തോത്രം എബ്രായ ലേഖനത്തിലുള്ളത്. ഹല്ലേലൂയ തക്ക സമയത്ത് കർണലേപ്പാൻ ആ കൃപാസനത്തിന്റെ അടുത്തേക്ക് നമുക്കൊന്ന് അടുത്ത് ചെല്ലാൻ പ്രിയപ്പെട്ട
സമയത്ത് നമ്മൾ എന്തുകൊണ്ട് ഞാൻ വിചാരിക്കുന്ന സമയത്ത് ലഭിക്കുന്നില്ല എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് ആ കൃപാസനത്തിന്റെ അടുത്തേക്ക് ഒന്ന് എടുത്തു ചെല്ലാം. ആ വാക്യം വെച്ച് കുറെ നേരം സംസാരിക്കുക, അല്ലെങ്കിൽ അധികം സമയം എടുത്ത് ഒരു മുട്ട് മടക്കുവാനുള്ള സ്പേസേ ഉള്ളോ എങ്കിലും ദൈവത്തിന്റെ സന്നിലേക്ക് അടുത്ത് ചെന്നിട്ട് ആ കൃപാസനത്തിന്റെ അടുത്തേക്ക് ഒന്ന് ചെല്ലുവാൻ, ധൈര്യത്തോടെ ചെല്ലുവാൻ നമുക്ക് ഒരു സാഹചര്യം തുറന്ന് തന്നിരിക്കുമ്പോൾ നമ്മൾ എന്തുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഭയത്തോടെ നിരാശയോടെ ഓരോ ഉപാഭോഗങ്ങൾ അല്ലെങ്കിൽ ഓരോ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ എന്തുകൊണ്ട് പുറകോട്ട് പോകുന്നു? പ്രിയപ്പെട്ടവരെ, മടുത്തു പോകാതെ നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ ആ കൃപ ലഭിക്കണമെങ്കിൽ ദൈവത്തിന്റെ സന്നിധി മുട്ട് മടക്കേണ്ടവണ്ണം മുട്ട് മടക്കിയാൽ, അല്ലെങ്കിൽ വിശ്വസിക്കേണ്ടവണ്ണം വിശ്വസിച്ചാൽ, ധൈര്യത്തോടെ ആ ദൈവത്തിന്റെ സന്നിധിയിൽ ഒന്ന് ചെന്നാൽ, അല്ലെങ്കിൽ നമ്മൾ സമയം എടുത്ത് ദൈവത്തിന്റെ സന്നിധിയിൽ ഒന്ന് ചേർന്നിരുന്നാൽ, തീർച്ചയായിട്ടും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം ഉയരത്തിലുണ്ടെന്ന് ഇന്ന് പാൽക്കാലം അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ടാണ് നമുക്ക് ഇന്നത്തെ അല്ലെങ്കിൽ വചന സന്ദേശം അല്ലെങ്കിൽ എനിക്ക് എന്ത് സംബോധന ചെയ്യണം, എന്ത് പറയണം, എനിക്ക് ഒന്നും മനസ്സിലായോ, ഒരു ആശ്ചര്യമാണോ അത്ഭുതമാണോ ഒന്നും അറിയില്ല. എങ്കിലും നമ്മളൊക്കെ യോഗ്യത ഇല്ലാത്ത സ്ഥാനത്ത് യോഗ്യതയുള്ളവരാക്കി, അർഹതയില്ലാത്ത സ്ഥാനത്ത് അർഹതയുള്ളവരാക്കി തീർത്ത് ഏത് സമയം നമുക്ക് ഒരുങ്ങിയിരിക്കാൻ ദൈവം നമുക്ക് കൃപ തരുന്നല്ലോ. അതിനായി ദൈവത്തെ അറിയാൻ സ്തുതിക്കുന്നു. അല്ലെങ്കിൽ ആ സ്തോത്രം റീന ചെറിയൻ ആന്റിയുടെ ദൈവനാമത്തിലുള്ള നന്ദി അറിയിക്കുന്നു. ഒരുപാട് ദൈവത്തിലുള്ള നന്ദി അറിയിക്കുന്നു. അല്ലെങ്കിൽ ആ സ്തോത്രം കാരണം അല്ലെങ്കിൽ ഞങ്ങളുടെ കൂട്ടായ്മ കടന്നു വന്ന് ശക്തമായി സമയം എടുത്ത് തന്റെ ശരീരത്തിൽ അല്ലെങ്കിൽ ശക്തി എടുത്ത് അല്ലെങ്കിൽ നമ്മോട് വളരെ ശക്തമായി ആ ക്രൂശിന്റെ മറവിൽ നിന്ന് വചനം ഘോഷിക്കണമെങ്കിൽ ചെറിയ കാര്യമൊന്നുമല്ല പ്രിയപ്പെട്ടവരെ. നമ്മൾ പലപ്പോഴും അലസതയോടൊക്കെ ഇരിക്കും. വചനം ശുശ്രൂഷിക്കുക എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ പ്രത്യേക ഒരു ശുശ്രൂഷയാണ് കേട്ടോ. വളരെ ത്യാഗം ചെയ്യുന്ന ശുശ്രൂഷയാണ്. എന്തെങ്കിലും പറഞ്ഞിട്ട് പോയാൽ പോരാ, നമുക്കൊരു ആത്മീയമായി ഒരു ചൈതന്യം, ഒരു ബലം, ഒരു ധൈര്യം, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ അത് വചനത്തിന്റെ ആഴമേറെ ഒന്ന് പതിക്കണമെങ്കിൽ ഉണ്ടല്ലോ, ആ വചനം ശുശ്രൂഷിക്കുന്നവരുടെ പിന്നിൽ വളരെ ത്യാഗങ്ങളുണ്ട്. അല്ലെങ്കിൽ അവർ വളരെ ത്യാഗം സഹിച്ചിട്ടാണ് ഇങ്ങനെ ഒരു സീനറി മുമ്പിൽ വന്ന് നിൽക്കുന്നത്. അല്ലെങ്കിൽ കേൾക്കുന്നവർക്ക് അല്ലെങ്കിൽ ആ സോദര അത് അനുഗ്രഹമായി തീർന്നെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലെങ്കിൽ റീന ചെറിയ ആന്റിയും മക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് പാൽക്കാലം ആ സൗദി അറേബ്യ പ്രദേശത്ത് നിന്ന് നമ്മോടൊപ്പം ജോയിൻ ചെയ്ത് അല്ലെങ്കിൽ ആ സോദര ചെറുനാന്റി മാത്രമാണെങ്കിലും അല്ലെങ്കിൽ വളരെ താല്പര്യത്തോടെ പറഞ്ഞു, വളരെ താല്പര്യത്തോടെ മറ്റുള്ള കാര്യങ്ങൾ അവിടെ നമുക്ക് ഉച്ചയാവാൻ പോകുന്നു, അവിടെ ഒരു 8:30ക്കാണ് വന്ന് ജോയിൻ ചെയ്തത് കേട്ടോ. പ്രിയപ്പെട്ടവരെ, ഒരുപാട് കാര്യങ്ങൾ ക്രമീകരിക്കട്ടെ. എങ്കിലും നമ്മുടെ ദൈവത്തിന്റെ സന്നിൽ കടന്നു വന്ന അല്ലെങ്കിൽ വ്യക്തമായി ശക്തമായി ദൈവത്തിന്റെ ദൂത് അറിയിപ്പിച്ച ആന്റി ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. ഇനി അധികമായി ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. അധികമായി ദൈവത്തിന്റെ സന്നിധിയിലിരുന്ന് അല്ലെങ്കിൽ കൃപ പ്രാപിക്കോളം വീണ്ടും അനേകർക്ക് പ്രയോജനപ്പെടുവാൻ വീണ്ടും ശക്തമായി ഉപയോഗിക്കുമാറട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്നു. തുടർന്ന് നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. അധികം സമയം ഉണ്ടായിരുന്നെങ്കിലും തക്ക സമയത്ത് അല്ലെങ്കിൽ സന്തോചിതമായി അല്ലെങ്കിൽ കാര്യങ്ങൾ ക്രമീകരിക്കുവാൻ അല്ലെങ്കിൽ ആ സഹോദരം ആന്റിയും ദൈവം ബലപ്പെടുത്തിയതിനായി സ്തോത്രം ചെയ്യുന്നു. നമ്മൾ വിചാരിച്ച നമ്മുടെ തലമുറകൾക്ക് വേണ്ടിയിട്ടാണല്ലോ. അല്ലെങ്കിൽ ആ സ്തോത്രം ആ പ്രസംഗം മെസ്സേജ് വന്നപ്പോൾ പറഞ്ഞു കേട്ടായിരുന്നല്ലോ, ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് ആത്മീയമായ ഒരു ലെവല് പറയുമ്പോൾ, ആത്മീയമായ ഒരു ഉപദേശം പറയുമ്പോൾ വെറുപ്പാണോ എന്താണോ നമ്മളോട് അവർ പ്രതികരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവാത്ത ഒരു കാലഘട്ടത്തിന്റെ മധ്യത്തിലാണ് നമ്മുടെ കുഞ്ഞുങ്ങളും നാമൊക്കെ ആയിരിക്കുന്നത്. ഇതെന്ത് സംഭവിക്കുന്നു എന്ന് നമ്മളും ആശയത്തോടെ നോക്കിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി ഇന്ന് പാൽക്കാലം ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ അറിഞ്ഞ വിശ്വാസത്തിൽ മുറുകെ പിടിക്കുവാൻ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ ഹല്ലേലൂയ അറിഞ്ഞ വിശ്വാസത്തിലാണ് പറഞ്ഞതുപോലെ വളരെ ത്യാഗം സഹിച്ചാണ് നമ്മൾ ഈ വിശ്വാസം ഒന്ന് മുറുകെ പിടിക്കാൻ നമ്മൾ ശ്രമിച്ചത് അല്ലെ. നമ്മളാലാവുന്നിടത്തോളം ദൈവത്തോടൊന്ന് ചേർന്നിരിപ്പാൻ ഈ കറുത്ത പുസ്തകം എടുത്തതിന്റെ പേരിൽ ഹല്ലേലൂയ സ്തോത്ര പിന്നിൽ നമ്മൾ എത്രയോ എന്നാൽ ഒരു മിനിറ്റ്, ഞാൻ ഉച്ചയ്ക്ക് സാക്ഷ്യം പറയാം. ഞാനിപ്പോ ഒരു വഴി വരെ പോവാണ്. കുറെ വഴക്ക് കേട്ടിട്ട്
അതിന് മുന്നമേ ഒരാൾ ദയവായി ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കണമേ. ചെന്നാന്റെ ആസ്വാദം പറഞ്ഞ പ്രാർത്ഥിച്ച ആസ്വാദം പറയും. നമ്മുടെ ആദ്യ സെഷനിൽ പറഞ്ഞ നമ്മുടെ ജോഷുമോനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നീറ്റ് പരീക്ഷ പോലെ നമ്മൾ അതുപോലെ പല കുഞ്ഞുങ്ങൾക്കും അതിന് പൽക്കാലം അല്ലെങ്കിൽ ആസൂത്ര പരീക്ഷയുണ്ടല്ലോ, അല്ലെങ്കിൽ പല കുഞ്ഞുങ്ങൾക്ക് 2ാം തീയതിയാണ് പരീക്ഷ. നമ്മുടെ ഗൾഫ് നാട്ടിൽ പ്രത്യേകിച്ച് 12 പാസ്സായ പല കുഞ്ഞുങ്ങൾക്കും അല്ലെങ്കിൽ ആ ഒരു ഇതില് പ്രത്യേകമായ പരീക്ഷയുണ്ടല്ലോ. അല്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെ മീഡിയ അല്ലെങ്കിൽ സ്തോത്ര അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റില് വളരെ പ്രയാസങ്ങളാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അടുത്ത ഭാവി അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്ന കോളേജിൽ അഡ്മിഷൻ എടുക്കുമ്പോൾ എന്തായിത്തീരും, എനിക്ക് പോകാൻ പറ്റുമോ, ഫ്ലൈറ്റ് ഒക്കെ ശരിയാകുമോ, യുദ്ധങ്ങൾ നമ്മൾ റീന ചെറിയാൻ്റെ ആന്റി പറയാനിടയായി തീർന്നല്ലോ. അല്ലെങ്കിൽ ആ സോത്ര എത്ര നാളായി, അല്ലെങ്കിൽ ആ സോത്ര 1 മാസത്തിൽ കൂടുതൽ ആ 4ാമത്തെ ആഴ്ച പിന്നിടുവാണ്. അല്ലെങ്കിൽ ആ സോത്ര യുദ്ധങ്ങളും യുദ്ധശ്രുതികളൊക്കെ കാതുകൾ തലയ്ക്കുമീതെ കേൾക്കുമ്പോൾ ധൈര്യത്തോടെ നിൽപ്പാൻ ദൈവം പ്രിയപ്പെട്ടവർക്കൊക്കെ കൊടുക്കുന്ന കൃപയ്ക്ക് ആ സ്തോത്രം. നമ്മുടെ തലമുറയുടെ ഭാവി എന്തായിത്തീരും, ഈ നാട്ടിലോട്ട് കടന്നു പോകാൻ പോലും ഉദ്ദേശിക്കുന്ന കോളേജിൽ പറ്റുമോ, എന്തൊക്കെ നാകുല ചിന്തകളാൽ ഭാരപ്പെടുമ്പോൾ അല്ലെങ്കിൽ ആ സ്തോത്രം നീറ്റ് പരീക്ഷകളിലെ അല്ലെങ്കിൽ നമ്മുടെ എല്ലാ കുഞ്ഞുങ്ങളെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം പ്രത്യേകിച്ച് ജോഷുമോനെ യേശുവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. അതിനോടൊപ്പം തന്നെ അല്ലെങ്കിൽ നമ്മുടെ അമാറമോള് ഹാർട്ട് സംബന്ധമായ അല്ലെങ്കിൽ ആ സ്വതന്ത്രം 3 ജനിച്ച നാളെ മുതൽ ഹാർട്ടിന് പ്രയാസം ഉണ്ടായിരുന്നു. എന്നാൽ കർത്താവ് ഒരു പ്രാവശ്യം സർജറി ചെയ്തു. ഇനി 2ാമതൊരു സർജറി ചെയ്യാതെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടു. ഏകദേശം 5 വയസ്സോളമായി അല്ലേലിയാസോൻ ദൈവം ഇത്രത്തോളം നടത്തി. ഇനി ആ കുഞ്ഞിന് ശക്തിയില്ല. ഹോസ്പിറ്റലിൽ എന്ന് പറയുമ്പോൾ ആ കുഞ്ഞിന് ഭയമാണ്. കാരണം ഹോസ്പിറ്റലിൽ അതുപോലെ വേദന അനുഭവിച്ച ഒരു കാലഘട്ടം ആ കുഞ്ഞിന് ഉണ്ടായിരുന്നു. എന്നാൽ ഹല്ലേലൂയ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുക. നമ്മളെ കഴിഞ്ഞ രാത്രികാലം കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതാണ്. ആ മരുന്നുകളൊക്കെ കൊടുത്ത് അല്പശാന്തതയോടെ ഇരിക്കുന്നു എന്ന് പറഞ്ഞെങ്കിലും ഇനി ആ പ്രയാസം, ഹാർട്ട് സംബന്ധമായ പ്രയാസം ആ കുഞ്ഞിന് ഉണ്ടാവാതിരിക്കാൻ ഇടയാക്കാനായി നമ്മുടെ അമ്മാറമോളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ നമ്മുടെ ആശ്ലി മോളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ കൃപ കൊണ്ടുണ്ടായിരിക്കാൻ ഏകദേശം 10 കൂടി അല്ലേലിയാസോദര എനിക്കൊരു ഓടി പെട്ടിട്ടുണ്ട്, അതെനിക്ക് ഫോണാക്കി ഞാൻ ലെഫ്റ്റ് ആവേണ്ടി വരും. അല്ലേലിയാസോദര എങ്കിലും സ്കാനിങ് ചെയ്തു ഹോസ്പിറ്റലിൽ ആ ഡോക്ടറിന്റെ അടുത്ത്, മെയിൻ ഡോക്ടറിന്റെ അടുത്ത് കൊണ്ടു ചെല്ലുമ്പോൾ ഇന്നത്തെ യാതൊരു പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നുമില്ലാന്ന് കേൾപ്പിച്ചതിനായി സ്തോത്രം പറഞ്ഞു. നമുക്ക് ആശ്രമോളെ ഓർത്ത് പ്രാർത്ഥിക്കാം. നോവാങ്കു നമ്മൾ ഈ 4 വിഷയങ്ങളെ ഓർത്ത് നമുക്ക് ദയവായി ഒരാൾ ശബ്ദം ഓർത്ത് പ്രാർത്ഥിക്കണമേ. നീറ്റ് പരീക്ഷ ഇടുന്ന നമ്മുടെ 12 കഴിഞ്ഞ പ്രത്യേകിച്ച് എല്ലാ കുഞ്ഞുങ്ങളെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അമാറ മോളെ ഓർത്ത് പ്രാർത്ഥിക്കാം. ആശ്ലി മോളെ ഓർത്ത് പ്രാർത്ഥിക്കാം. സ്കാനിംഗ് റിപ്പോർട്ട് ഓർത്ത് പ്രാർത്ഥിക്കാം. പനിയുടെ അസ്വസ്ഥയാൽ ഭാരപ്പെടുന്നുണ്ടല്ലോ, പൂർണ്ണമായി വിടുതൽ ആശ്വാസം കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. 1 മിനിറ്റ് ഞാൻ ഈ പ്രാർത്ഥന വിഷയം പറഞ്ഞിട്ട് അടുത്ത സെഷൻ നമ്മൾ ഷെർനാൻഡി പ്രാർത്ഥിച്ച് നിർത്തും. നമ്മുടെ സാറമ്മ റോയി ആന്റി പറഞ്ഞതുണ്ടല്ലോ, നമ്മുടെ മേരി ആന്റി പറയാൻ ഉദ്ദേശിക്കുക, അതും കൂടെ കേൾക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ 4 വിഷയങ്ങൾ ഓർത്ത് ദയവായി ഒരാൾ ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കാമോ? കർത്താവേ സ്തോത്രം 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 സ്തോത്രം. സ്നേഹവാനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി നന്ദിയോടെ ദൈവത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, ഈ രാവിലെ കൃത്യമായും വ്യക്തമായും ദൈവത്തിൻ്റെ ആത്മാവ് തൻ്റെ ദാസയിലൂടെ ഞങ്ങളോട് ഇടപെടുവാനിടയായി ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് കർത്താവെ ഞങ്ങളോടൊപ്പം ലൈവിൽ കയറി വരുവാൻ, അങ്ങയുടെ വചനം സംസാരിപ്പാൻ അധികാരത്തോടെ ആത്മശക്തിയോടെ തൻ്റെ ദാസ്യത ഉപയോഗിച്ചതിനാൽ നന്ദിയോടെ ദൈവത്തെ വാഴ്ത്തുന്ന കർത്താവേ, ഹല്ലേലൂയ. തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ കരത്തിന്റെ വല്ലഭത്വത്തെ കുറിച്ച്, എൻ്റെ കർത്താവിന്റെ കരുതലുകളെ കുറിച്ച് വ്യക്തവും തിട്ടവുമായി ഞങ്ങളോട് ദൂതായി അറിയിക്കുവാൻ, വചനത്തിലൂടെ ആഴമായി സംസാരിപ്പാൻ അങ്ങയുടെ ദാസ്യനെ ബലപ്പെടുത്തിയതിനായി നന്ദി കർത്താവേ. ഞങ്ങളോടെല്ലാം വ്യക്തിപരമായി ആമേൻ നിന്റെ വചനത്തിലൂടെ കൃത്യമായി ഇടപെട്ടതിനായി സ്തോത്രം കർത്താവേ. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ നിന്റെ ദാസ്യബിന്ദു പറഞ്ഞ വിഷയത്തെ സ്തോത്രത്തോടെ നാഥന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ ആശ്ലിമോൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവെ. ഞങ്ങളുടെ പൈതൽ എത്ര ദിവസമായുള്ള ഹോസ്പിറ്റലിലായിട്ടപ്പാ, ഞങ്ങളുടെ കുഞ്ഞ് പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞ ദിവസം മുതൽ അവൾ രോഗിയായ പോലെ കർത്താവെ ആയിരിക്കുന്ന ചെക്കപ്പുകൾ മാറി മാറി നടത്തുന്നു, സ്കാനിങ്ങുകൾ നടത്തുന്നപ്പാ. ഇന്ന് പകൽക്കാലം ഒരു നല്ല വാർത്ത കേൾക്കുവാൻ സ്വർഗമിടയാക്കുന്നതിനായി സ്തോത്രം. ഇന്ന് ആ കുഞ്ഞിനെ ഡിസ്ചാർജ് ചെയ്യുവാൻ എൻ്റെ അപ്പനവളോട് കൃപ തോന്നണം. സമയമാകുമ്പോൾ ഊനമില്ലാത്തൊരു കുഞ്ഞിനെ കരങ്ങളിലെടുത്ത് ആമേൻ ശിമയോൻ പ്രാർത്ഥിച്ചതുപോലെ ദൈവത്തിന്റെ രക്ഷയെ കാണുവാൻ, അപ്പന്റെ മഹിമയെ കാണുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂടെ നിൽക്കുന്ന ഞങ്ങളുടെ ഓമനാന്റിയെ ദൈവം ബലപ്പെടുത്തിയാട്ട്.
ആമേ. ഞങ്ങളുടെ ജോഷോമനായി പ്രാർത്ഥിക്കുന്ന കുഞ്ഞിനെ അനുഗ്രഹിക്കണം. NET എക്സാമിന് സമാനമായ ഒരു എക്സാം പൈതൽ എഴുതുന്നല്ലോ കർത്താവെ, അവൻ നല്ല മാർഗോടെ അത് പാസ്സാകത്തക്ക വേണം. തുടർ പഠനത്തിന് ആവശ്യമായ ക്രമീകരണങ്ങളെല്ലാം കർത്താവ് ഞങ്ങളുടെ പൈതന്റെ മുൻപിൽ അവിടുന്ന് ഒരുക്കുമാറാകണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നേ. കർത്താവെ, എല്ലാം നന്നായി ചെയ്യുന്ന ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കേണ്ടതുപോലെ ഞങ്ങളുടെ കുഞ്ഞിനായി പ്രാർത്ഥിക്കുന്ന നാളുകളേറെയായി ഞങ്ങളുടെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്നപ്പാ. 44 മണിക്കൂർ പറഞ്ഞ സ്ഥാനത്ത് 48 മണിക്കൂറുകൾ പറഞ്ഞെടുത്ത് അവിടെ ആയുസിനെ ദീർഘമാക്കി ഈ സമയം വരെ ഈ ഭൂമിയിൽ ഇരിപ്പാൻ ആ കുഞ്ഞിന് ദൈവം ഭാഗ്യം കൊടുത്തപ്പാ. ഇപ്പോഴും കുഞ്ഞ് വീണ്ടും ശ്വാസമുട്ടന്റെ പ്രയാസവുമായി ഹോസ്പിറ്റലായിരിക്കുന്നു. ഇനിയൊരു സർജറി ശരീരത്തിൽ ചെയ്യുവാൻ എൻ്റെ അപ്പൻ അനുവദിക്കല്ലേ അപ്പ. അങ്ങ് തൊട്ടവരും സൗഖ്യമായി അങ്ങയുടെ വചനമാകിയാൽ ദേവദാസന്റെ മുഖത്തെ നീ ആദരിക്കണമേ. കുഞ്ഞിനെ നീ ഓർക്കണമേ അപ്പ. അവളൊരു സാക്ഷിയായി തീരും, അവളൊരു അടയാളമായി അനേകർക്ക് തീരത്തക്കൊണ്ട് ദൈവം അത്ഭുതം പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിലേക്ക് ഞങ്ങളുടെ വിഷയത്തെ ഏൽപ്പിക്കുന്ന കർത്താവെ, ഞങ്ങൾ വാസത്തോടെ പ്രാർത്ഥനയോടെ ഞങ്ങളുടെ തലമുറകളുടെ വിഷയങ്ങളുമായി അപ്പൻ്റെ പാതപെടുത്തെങ്കിൽ ഇരിക്കുന്ന കർത്താവെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും അവരുടെ സമാധാനം വലുതുമായിരിക്കേണ്ടതിനായ സ്തോത്രയുടെ ബിന്ദുവായിരിക്കായി സ്തുതിക്കുന്നു. മീറ്റിംഗിൽ ഇടിയുവാൻ എത്രത്തോളം കൃപ ചെയ്തല്ലോ. തുടർന്ന് കഴിഞ്ഞുള്ള സെക്ഷനിലും അനേക കുഞ്ഞുങ്ങളുടെ വിഷയങ്ങളെ ഓർത്ത് ഞങ്ങൾക്ക് സ്തോത്രം ചെയ്യുവാൻ പ്രാർത്ഥിപ്പാൻ ദൈവാത്മാവ് ഞങ്ങളെ ഒരുക്കും. കുടുംബമായി നിന്റെ ദാസനെയും കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുന്നു. എല്ലാ നന്മകളാലും നിറയ്ക്കും. തലവണയ്ക്കല്ല പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. പറയപ്പെട്ട വിഷയങ്ങൾക്കും വിട്ടുപോയ വിഷയങ്ങൾക്കായി സ്തോത്രം. മഹത്വമെല്ലാം കർത്താവിന്. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. നമ്മുടെ പ്രാർത്ഥനയായിട്ട് 3 വിഷയങ്ങൾ മേലും ദൈവിക പ്രവൃത്തി യേശുപ്പതിനയച്ചിന് ശക്തമായ വിശ്വാസത്തോടെ ദൈവിക വിടുതലയച്ച് നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യാം. പ്രാർത്ഥിക്കുന്ന അത്യാവശ്യമായി ഇന്നത്തെ പ്രാർത്ഥന വിഷയമായി ആർക്ക് എന്തെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ വേഗത്തിൽ ചുരുക്കം വാക്കുകളിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയമുണ്ടല്ലോ, അല്ലാതെ വേറെ പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ വേഗത്തിൽ ചുരുക്കം വാക്കുകൾ പറയാം. ക്രൈസ്തലോട് ആൻറ്റി, കുഞ്ഞമ്മയാണ്. റോബിൻ്റെ കാര്യം ആൻറ്റി ഞാൻ പറഞ്ഞല്ലോ, വിസ അവൻ എന്തെങ്കിലും മിസ്സായിപ്പോയെന്ന്. അതിനു വേണ്ടി പ്രാർത്ഥിക്കണേ ആൻറ്റി. നാളെ ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ അവൻ ഇത് ചിക്കൻ ബോക്സ് കഴിഞ്ഞതിനൊക്കെ പിന്നെ എന്ത് കഴിച്ചാലും ഉടനെ ശരീരം മൊത്തം ചൊറിഞ്ഞു തടിക്കുക. ഇന്നലെ ഒരു ബ്രെഡ് തിന്നതേ ഉള്ളൂ, ശരീരം മൊത്തം ചൊറിഞ്ഞു തടിക്കുക, ഇല്ല പുഴു ആട്ടിയതുപോലെ. എന്തോ അലർജിയാണെന്നറിയത്തില്ല ആൻറ്റി. പ്രത്യേകം പ്രാർത്ഥിക്കണമേ എന്ന് ദൈവമക്കൾ പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. നമ്മുടെ കുഞ്ഞുമാരി പറഞ്ഞ വിഷയം കേട്ടല്ലോ ശ്രദ്ധയോടെ. തീർച്ചയായിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം. ദേവി പ്രവൃത്തി കർത്താവായിട്ട് അതും ഇതുപോലെ ഒരാളുടെ കയ്യിൽ പാസ്പോർട്ട് എല്ലാം റെഡിയാക്കി അതിന്റെ കാര്യങ്ങളൊക്കെ വിസ ശരിയാക്കി നമ്മൾ വിസയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നല്ലോ. അതെല്ലാം റെഡിയാക്കി ഒരാളുടെ കയ്യിൽ കൊടുത്തതാണ്. അവരുടെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. സൈറ്റിൽ ജോലി ചെയ്യുന്ന നമ്മുടെ റോബിൻ ബറിന്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. അതിന്റെ തെളിവ് കയ്യിലില്ല. പക്ഷെ അത് റെഡിയാക്കി അത് പുറത്തു പോയി. ആ പേപ്പർ വർക്കുകളൊക്കെ എന്താന്ന് പറഞ്ഞറിയില്ല. ആ പേപ്പർ വർക്കുകളൊക്കെ ശരിയാക്കി ഓൾറെഡി ശരിയായി കൈ കിട്ടിയില്ല. തന്റെ കൈ കിട്ടിയില്ല, വേറെ ഒരാളുടെ കയ്യിലാണ് ഇരിക്കുന്നത്. അവരുടെ കയ്യിൽ നിന്ന് മിസ്സായി പോയി എന്നാണ് പറയുന്നത്. എന്നാൽ യാതൊരു എത്രയും പെട്ടെന്ന് നാളെ എന്ന് പറയുന്നത് 31 നാളെയാണ്. നാളെ ആ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ എന്ന് പറഞ്ഞാൽ 3-ാം തീയതി അടിച്ച് റെഡിയായി കിട്ടി. നമ്മൾ ഇപ്പോഴും വിസയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഓൾറെഡി റെഡി ആയിട്ടുണ്ടായിരുന്നു. എന്നാൽ അത് തക്ക സമയത്ത് കയ്യിൽ കിട്ടിയിട്ടില്ല. എന്ന് കേൾപ്പിച്ചതുപോലെ തക്ക സമയത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ ഇടയാക്കുന്ന റോബിന് ആ ആഴത്തിലുള്ളൊരു വിശ്വാസം തനിക്ക് ഉണ്ടാകുവാനും ഇടയാക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാൻ. പറയപ്പെട്ട വിഷയത്തെ ശരീരത്തിലുണ്ടാ ബുദ്ധിമുട്ടിനെ ഓർത്ത് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണമേ. വേഗത്തിൽ ആർക്കും പറയാം. കുഞ്ഞുമാൻറ്റി പറഞ്ഞ വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. സാറമ്മ റോയാനി പറഞ്ഞ വിഷയമുണ്ട്. നമ്മൾ നോവാൻ കുഞ്ഞിനെ പരിയുടെ അസ്വസ്ഥതാൽ ഭാരപ്പെടുന്ന 3 വിഷയമായി. ഇനി ആർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ വേഗത്തിൽ? മേഡം മേരി മാത്യു ആൻറ്റി പോയോ? ഏടൻ കുഞ്ഞിനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കണം. സ്തോത്ര ഏടൻ കുഞ്ഞിന്റെ അല്ലെങ്കിൽ സ്തോത്ര കൈ വീണതാണ്. ആ സർജറി വേണമോ വേണ്ടയോ എന്നുള്ള അതിശക്തമായ വേദനയുണ്ട്. പിന്നെ സ്തോത്ര സർജറി കൂടുതലായി പ്രയാസം എടുക്കുവാണെങ്കിൽ സർജറി ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നാളെ നമ്മുടെ എബിമോന്റെ സെമസ്റ്ററിന്റെ പരീക്ഷ തുടങ്ങുകയാണ്. EBT ജോണിന്റെ ഷേലിസിന്റെ ഇവിടുത്തെ മൂത്ത കുഞ്ഞിന്റെ. അങ്ങനെ പല കുഞ്ഞുങ്ങളുടെ എക്സാം തീർന്നു, എക്സാം തുടങ്ങുന്നു. അങ്ങനെയൊക്കെ ആയിരിക്കുന്നു. ദൈവത്തിന്റെ പ്രവൃത്തി കാണുവാൻ ഇടയാക്കാൻ നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന. ആർക്ക് എന്തെങ്കിലും സംസാരിക്കാൻ പറയാനുണ്ടോ?
സ്തോത്രം. ഇല്ലെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം. നമ്മള് ഷെർനാന്റെ ദയവായി ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ച് ആസ്വാദം പറയണമേ. നമ്മുടെ റോബിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. നോവാൻ കുഞ്ഞ് പനിയുടെ അസ്വസ്ഥയാൽ ഭാരപ്പെടുന്നു. നാളെ എബിമോന്റെ പരീക്ഷ തുടങ്ങും. ഒരു കുഞ്ഞുങ്ങളുടെ പറഞ്ഞോളൂ എങ്കിലും നമ്മുടെ അനവധി കുഞ്ഞുങ്ങൾക്ക് നല്ല റിസൾട്ട് വന്നുകൊണ്ടേ ഇരിക്കുന്നു. ഇനി റിസൾട്ട് വരാനുണ്ട്. എക്സാം എഴുതുന്ന കുഞ്ഞുങ്ങളുണ്ട്. എല്ലാം എല്ലാം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയാക്കണായി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. സാറാമ്മ റോയി ആന്റിയുടെ അടുത്ത് റോയി അങ്കന് 5 വർഷത്തേക്ക് ദൈവത്തിന്റെ കൃപയാൽ അത് പാസ്പോർട്ടിന്റെ കാര്യങ്ങൾ, വിസ സംബന്ധമായ കാര്യങ്ങളൊക്കെ അത് അടിച്ചു കിട്ടുവാൻ ഇടയായി തീർന്നു. തുടർന്നും നമ്മുടെ സാറാമ്മ റോയി ആന്റിയുടെ ഫെബ്രുവരി 23 തീർന്നെന്ന് പറയാൻ ഇടയായി തീർന്നല്ലോ. അങ്ങനെയാണെങ്കിൽ ഇതിൽ കൊടുക്കുമ്പോൾ യാതൊരു ഇഷ്യൂസോ പ്രയാസങ്ങളോ ഒന്നും ഉണ്ടാവാതെ അത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ ഇടയാക്കണം. നമുക്ക് പ്രാർത്ഥിക്കും. ഈ വിഷയം കൂടെ ചേർത്ത് നിങ്ങൾ പാട്ടുകൾ പാടി വർഷിപ്പ് ലീഡ് ചെയ്ത അല്ലെങ്കിൽ ആബിദാ മോളെ അന്നമ്മാന്റെ ആ കുടുംബത്തെ കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. ബാബുലിപ്പ് പാസ്റ്റർ കുടുംബമായി കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. ആ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതിനെ ശുശ്രൂഷിച്ച റീന ചെറിയനാന്റെ കുടുംബത്തെയും എല്ലാവരെയും പ്രിയപ്പെട്ടവരെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പി ഇന്ന് ജോയിൻ ചെയ്ത ലെഫ്റ്റായ എല്ലാ പ്രിയപ്പെട്ടവരും ദൈവരങ്ങൾ കർത്താവെ, ഞങ്ങൾ ഇന്ന് പൽക്കാലം ദൈവത്തിന്റെ സെലുവാസ്ത്രവും പ്രാർത്ഥനയോടെ ആയിരുന്നത്. അല്ലെങ്കിൽ ആ സഹോദരൻ രാവിലെ 11 മണി മുതൽ ഇത്രയും മണിക്കൂറോളം ദൈവത്തിന്റെ സ്ഥലം വേർത്തിരുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തരുവാൻ, ആ തക്ക സമയത്ത് അങ്ങയുടെ പ്രവൃത്തി വെളിപ്പെടുവാൻ, അപ്പൊ ആ കൃപാസനത്തിൽ മടി കൂടാതെ ഞങ്ങൾ അങ്ങയുടെ സ്ഥലത്തിലേക്ക് അടുത്ത് വരുവാൻ യേശുപ്പച്ച ഞങ്ങൾക്ക് അധികമായി കൃപ തരണം. ഇരട്ടി കൃപമേൽ കൃപ പ്രാപിച്ചെങ്കിൽ മാത്രമേ ഈ പാഴ്മനുഭൂമിയിൽ ഈ വിശ്വാസമാകുന്ന ജീവിതപ്പെടൽ നമുക്ക് നിൽക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ ആ സുഹൃത്താണ് നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മൾ കൂടി വരുന്ന സഭയെ, നമ്മൾ പാർക്കുന്ന അതാത് ദേശങ്ങളെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് കർത്താവെ അധികമായി കൃപ ഞങ്ങൾ നിലനിൽക്കുവാൻ, അല്ലെങ്കിൽ വിശ്വാസം വന്ന് ഈ പോർക്കെടുത്ത് നിലനിൽപ്പാൻ, അന്ത്യം വരെ വിശ്വസ്തയുടെ നിലനിൽപ്പാൻ ആവശ്യമായ കൃപ ഞങ്ങൾക്ക് അധികമായി തരുമാണ്. എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ ഷെർനാന്റെ പ്രാർത്ഥിച്ച ഈ സെഷൻ ആസ്വാദം പറഞ്ഞ് അവസാനിപ്പിക്കും. ശുഭ്രവസ്ത്രം ധരിച്ചോരെ നിദ്ര വിട്ടൊഴിയുക, തന്നെത്താനൊരുക്കുക മണവാട്ടി സഭേ. മൂടുപാടം നീക്കി നീ തലയുയർത്തിയിടുക, കാന്തൻ നിന്നെ സ്വീകരിപ്പാൻ വരുന്നതു കാണുക. മൂടുപാടം നീക്കി നീ തലയുയർത്തിയിടുക, കാന്തൻ നിന്നെ സ്വീകരിപ്പാൻ വരുന്നതു കാണുക. ഒരുങ്ങിയിടുക ഓട്ടം തികച്ചു നാമം പറന്നിടുവാൻ. ഒരുങ്ങിയിടുക ഓട്ടം തികച്ചു നാമം പറന്നിടുവാൻ. കാഹളങ്ങൾ ഊതിടുമ്പോൾ ദൂതസംഘം ഒരുങ്ങി, വാനമേഹേ മണവാളൻ വരുന്നിടാറായി. വാഗ്ദത്തങ്ങളെല്ലാം നിവൃത്തിയായിടുന്നു, ഒരുക്കങ്ങൾ പൂർത്തിയായി രാജരാജൻ വരുവാൻ. വാഗ്ദത്തങ്ങളെല്ലാം നിവൃത്തിയായിടുന്നു, ഒരുക്കങ്ങൾ പൂർത്തിയായി രാജരാജൻ വരുവാൻ. ആമേ. സ്തോത്രം സ്തോത്രം സ്തോത്രം. എനിക്ക് അത്യാവശ്യമായിട്ട് സാക്ഷ്യം പറയേണ്ടതായിട്ടുണ്ട്. വെളുപ്പിനെ ഞാൻ പോയതാണ് ഇന്നത്തെ ഈ മീറ്റിങ്ങിന് വേണ്ടി. രാവിലെ എഴുന്നേറ്റ് പോയതാണ്. ആക്ച്വലി എഴുന്നേക്കാൻ വയ്യായിരുന്നു, കാരണം അച്ചാച്ചന് 4 മണിയാകുമ്പോൾ പോകണം, അതിന് എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കണം. അതുകൊണ്ട് രാത്രിയിലെ 2 മണിക്കൂറോളം ശരിക്കും പറഞ്ഞ ഉറങ്ങിയില്ല. എന്നാൽ വെളുപ്പിനെ നടന്നു പോയി, കാരണം വണ്ടിയൊക്കെ എൻ്റെ കാറാണ്, ഒരാൾക്ക് വണ്ടി ഇല്ലാത്തതുകൊണ്ട് കൊടുത്തേക്കാണ്. അപ്പം ഞാൻ റിസ്ക് എടുത്ത് ഞാനും മോനും കൂടെ നടന്നു പോയി. വണ്ടി പിടിച്ചാൽ ലേറ്റ് ആകും, ഒരാളെ വിളിച്ചാൽ ലേറ്റ് ആകും. എനിക്ക് മീറ്റിംഗ് ഓടി ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ പോയി. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ വന്നില്ല. എന്നാൽ രാവിലെ പോയതുകൊണ്ട് ആദ്യത്തെ അപ്പോയിൻമെന്റ് തന്നെ ലഭിക്കുവാനിടയായി. എല്ലാം പെട്ടെന്ന് കഴിയുവാൻ അവിടുന്ന് ഇടയായി. ദൈവത്തിന്റെ വലിയ സ്നേഹമാണ്. നമ്മൾ ഒന്നും കൂടെ ജാഗരൂകരായി അതിനുവേണ്ടി നമ്മൾ ജാഗരിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി തത്സമയത്ത് അവിടുന്ന് വെളിപ്പെടുവെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതിന് മുന്നോടിയായിട്ട് അവിടെ ചെന്നപ്പോൾ അച്ചാച്ചന്റെ കൂടെ നാളുകൾക്ക് മുമ്പ്, അച്ചാച്ചൻ 87-ൽ ഈ കുവൈറ്റിൽ വന്നതാണ്. അവിടെ അച്ചാച്ചന്റെ കൂടെ ജോലി ചെയ്ത ഒരു അച്ചാച്ചനെ കാണുവാനും ആ അച്ചാച്ചൻ ഞങ്ങളെ എൻ്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് ഇവിടെ വിടുവാനും ഇടയായി. നോക്കിയേ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി എത്ര വലുതാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ വരുവാനിടയാതെ. അന്നേരമാണ് ഈ മെസ്സേജ് കേൾക്കുന്നത്. ഉടനെ തന്നെ റീന ചെറിയാൻ ആന്റിയെ വിളിക്കുക. ആന്റിയുടെ സാഹചര്യം എനിക്കറിയാം, നന്നായിട്ട് എനിക്കറിയാം. ഒട്ടും തന്നെ സമയമില്ല, എന്നാലും ആ വിളിച്ച ഉടനെ
വന്ന് നമുക്ക് വേണ്ടിയാണ് ഇന്ന് കർത്താവ് ഇവിടെ അവരെ വരുത്തിയെന്ന് എത്ര പേര് വിശ്വസിക്കുന്നു? വിശ്വസിച്ചവരെ ഏറ്റെടുത്ത് ആമീൻ പറയാം. കർത്താവിന്റെ ഒരു വലിയ നിയോഗം തന്നെയാണ്. ഇന്ന് പറഞ്ഞിരുന്ന ഞാൻ വേറെ പ്രിയ രഞ്ജിത്ത് എന്ന് പറയുന്ന ഒരു സഹോദരിയാണ്. അത് നല്ല ശക്തമായ വചന ശുശ്രൂഷ ചെയ്യും. എന്നാൽ ആ നേഴ്സ് ആയതുകൊണ്ട് ഡ്യൂട്ടിക്ക് വിളിച്ചെന്നാൽ ദൈവത്തിന് എല്ലാം മുന്നമേ അറിയാം. അതുകൊണ്ടാണ് പ്രിയ ദൈവമക്കളെ ഇതൊക്കെ സംഭവിച്ചത്. ഞാൻ മൊബൈൽ കൊണ്ടുപോയിരുന്നെങ്കിൽ ഒരു പക്ഷേ വേറെ ഇങ്ങനെ സംഭവിക്കത്തില്ലായിരുന്നു. എന്നാൽ ആ മൊബൈൽ നോക്കാതിരുന്നത് കാര്യമായെന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ അതെല്ലാം തത്സമയമാണ്. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ ബലപ്പെടുത്തുവാണ്, നമ്മുടെ ഗ്രൂപ്പിലെ ഉള്ള എല്ലാവർക്കും ദൈവം തക്ക സമയത്ത് അത്ഭുതം പ്രവർത്തിക്കുന്നത്, ആത്മീയ വിഷയത്തിലായാലും ഭൗതിക വിഷയത്തിലായാലും. എന്നാൽ നമ്മൾ പാടിയതുപോലെ കർത്താവിന്റെ വരവേറ്റവും അടുത്തു. നമ്മൾ എന്തെല്ലാം നേടിയാലും നമ്മുടെ നിത്യത നഷ്ടപ്പെടുന്ന ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ അനുവദിക്കാതെ ഇരുതോണിയിൽ കാലി വെക്കുവാൻ നമുക്ക് ഒരിക്കലും സമ്മതിക്കുവാൻ പറ്റത്തില്ല. നമുക്കത് നമ്മൾ മുന്നോട്ട് ധൈര്യത്തോടെ പോവുക. നമ്മുടെ പ്രതികൂലങ്ങളെല്ലാം കർത്താവ് കണ്ട് അവിടുന്ന് തക്ക സമയത്ത് അത്ഭുതം പ്രവർത്തിക്കും. ഏകരായി വിശ്വാസി വന്നവരുണ്ട്, അതുപോലെ തലമുറയുടെ വിഷയത്തിൽ ഭാരം അനുഭവിക്കുന്നവരുണ്ട്, രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ട്. ഇവിടെ അനേക സാക്ഷ്യങ്ങൾ പറഞ്ഞു, പലരും പറയാത്ത ഇരിക്കുന്നുണ്ട്. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമുണ്ട്. എല്ലാ വിഷയത്തിന്മേലും കർത്താവിന്റെ വിടുതലിന്റെ കരം അവിടുന്ന് നീട്ടും. ഒരിക്കൽ കൂടെ റീന ചെറിയാൻ ആന്റി ഇറങ്ങിയെന്ന് തോന്നുന്നു. എന്നാൽ ദൈവത്തിന് ഒരു പ്രാവശ്യം കൂടെ നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ റീന ചെറിയാൻ ആന്റിയും പറയുന്നു, പെട്ടെന്ന് തന്നെ ചിലരൊക്കെ ഞാൻ ഇത് അയച്ചിട്ട് അവരും കയറിയതും വളരെ ആശ്വാസമായ അനുഗ്രഹമായെന്ന് എനിക്ക് മെസ്സേജ് ഇട്ടു. അത് അവരുടെ ജീവിതത്തിൽ വലിയ വിടുതലും അനുഗ്രഹമായി തീരുന്നു. വിശേഷിച്ച് ഷേർലി ചേച്ചിയോട് പറഞ്ഞ ദൂത് കേട്ടപ്പോഴേ എനിക്ക് മനസ്സിലായി, അത്രയ്ക്ക് തകർന്ന് ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ലെങ്കിലും ചേച്ചിയുടെ കാര്യം എനിക്കറിയാം. അതുകൊണ്ട് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. റീന ചെറിയാൻ ആന്റിക്ക് പോലും ചേച്ചിയെ വ്യക്തമായി അറിയത്തില്ല. എന്ന് ആ ദൂത് കേട്ടപ്പോൾ ഞാൻ കരഞ്ഞു പോയി. ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ ആ കരം എത്ര മാത്രം ഇന്ന് ചേച്ചിക്ക് വേണ്ടി കൂടാണ് കയറിയെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരോടും വ്യക്തിപരമായിട്ട് ദൈവാലോചന പറഞ്ഞില്ലെങ്കിലും ആ വചന ശുശ്രൂഷ ഏറെ അനുഗ്രഹമായി തീർന്നെന്ന് നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാം. ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ വലിയ സാക്ഷ്യമുള്ളവരായി തീരുവാൻ ഇടയാകട്ടെ. അതുപോലെ തന്നെ നന്നായി പാട്ടുപാടിയ പ്രിയ മോളെ ദൈവരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അതുപോലെ തന്നെ അവരുടെ ശുശ്രൂഷയൊക്കെ അനുഗ്രഹമായി തീരട്ടെ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ആമേ. സ്തോത്രം. വാഗ്ദത്ത വിശ്വസനായ നല്ല ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട സമയം ഒരു പ്രാവശ്യം കൂടെ അടിയങ്ങളെ സമ്പൂർണ്ണമായി താഴ്ത്തി ഏൽപ്പിക്കുന്നു. കർത്താവിന്റെ വരവ് താമസിച്ചതിനാലും ദൈവം അനുഭവിച്ചുകൊണ്ടും ഒരു പ്രാവശ്യം കൂടെ ഞങ്ങൾക്ക് കൂടി വരുവാൻ കർത്താവേ അവിടുന്ന് അവസരം നൽകി തന്ന കൃപയ്ക്കായി സ്തോത്രം. കർത്താവേ, സാഹചര്യം വളരെ പ്രതികൂലമാണ്. ഇവിടെയും കർത്താവേ മിസൈലിട്ട് കർത്താവേ ഒരു സഹോദരൻ മരിച്ചെന്നൊക്കെ കേൾക്കുന്ന കർത്താവേ, ഞങ്ങളുടെ പ്രതികൂലമായ സാഹചര്യത്തിലും കർത്താവെ ഞങ്ങൾക്ക് ഒന്നിച്ചുകൂടി സ്തോത്രം അവിടുന്ന് വന്നുകൂടുവാൻ കർത്താവെ തന്ന സമയം കർത്താവെ അപ്പന് വേണ്ടി ഹല്ലേലൂയ സ്തോത്രം ദേവസന്നിധിയിൽ ഇരിപ്പാൻ കർത്താവെ സ്തോത്രം ജാഗരിപ്പാൻ ഒക്കെ ഭാഗ്യം തന്നേനായി സ്തോത്രം. ഞങ്ങൾ ആരും കർത്താവെ സേഫ് സോണിലല്ല, എങ്ങും ഹല്ലേലൂയ സേഫ് സോൺ ഇല്ലെങ്കിലും പോലും ഞങ്ങളെ സേഫ് ആയിട്ട് കരുതുന്ന അപ്പന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഒരു പ്രാവശ്യം കൂടെ നന്ദി കരേറ്റുന്നു കർത്താവെ. ഈ ഗ്രൂപ്പിനെ അപ്പന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവിന്റെ അഭിഷക്ത ദാസിനെയും ദാസിയെയും ദാനമായി കൊടുത്ത തലമുറകളെ ശുശ്രൂഷകളെയും എല്ലാ ചുമതലകളെ അപ്പന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവിന്റെ ദാസൻ കയറിയിറങ്ങുന്ന ഭവനങ്ങൾ, കണ്ടുമുട്ടുന്ന ജീവിതങ്ങൾ, ഇടപെടുന്ന മേഖലകൾ എല്ലാം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ദാസിയോടും ദൈവമേ സ്തോത്രം വ്യക്തിപരമായ ദൂത് അറിയിച്ചതൊക്കെ നിവൃത്തീകരിക്കപ്പെടുവാൻ അവിടുന്ന് ഇടയാക്കണമേ. ദൈവത്താൽ അസാധ്യമായത് ഒന്നുമില്ലപ്പാ. ദൈവത്തിന്റെ വലിയ പ്രവൃത്തി ആ കുടുംബത്തിൽ കാണുവാൻ കർത്താവ് സഹായിക്കണം. ഞങ്ങൾ ശേഷിച്ച് പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങളുണ്ടല്ലോ, ആ വിഷയത്തിന്മേൽ വേഗത്തിൽ അത്ഭുതം പ്രവർത്തിക്കണം. ഹല്ലേലൂയ. കൺവെൻഷൻ സംബന്ധമായിട്ടുള്ള, എക്സാം സംബന്ധമായിട്ടുള്ള, യാത്ര സംബന്ധമായിട്ടുള്ള എല്ലാ വിഷയവും അപ്പന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അപ്പൻ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ സ്തോത്രം. ഇന്ന് കർത്താവേ സ്തോത്രം ഹല്ലേലൂയ വർഷിപ്പ് ലീഡ് ചെയ്ത കുടുംബത്തെ കർത്താവിന്റെ ദാസിനെയും ദൈവമേ ദാനമായി കൊടുത്ത തലമുറയും അപ്പന്റെ നാമം ചൊല്ലി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനേക വേദികളിൽ കർത്താവെ അനേക ശുശ്രൂഷ ചെയ്തെടുപ്പാൻ അവരെയും സഹായിക്കണം. കീർത്തിയും പ്രശംസയുമാക്കുവാൻ കർത്താവെ അവിടുന്ന് ഇടയാക്കണം. കർത്താവിൽ വിശുദ്ധരും പ്രസിദ്ധരുമായി തീരുവാനപ്പാ കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വന്നുചേർന്ന എല്ലാ ജനത്തിനായി സ്തോത്രം. കർത്താവ് ഇവിടെ പല വിഷയങ്ങൾ സംസാരിച്ചു. ആ വിഷയത്തിന്മേലെല്ലാം ദൈവത്തിന്റെ വലിയ പ്രവൃത്തി കാണുവാൻ അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ കുഞ്ഞമ്മ ആന്റിക്കായി സ്തോത്രം. കർത്താവെ റോബിന്റെ വിഷയത്തെ അപ്പന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഏതെല്ലാം തടസ്സം അവിടെ ഉണ്ടോ കർത്താവെ, എന്തെല്ലാം കുരുക്കാക്കെട്ടിൽ കർത്താവെ ആകപ്പെട്ടിരിക്കുന്നു, എന്നാൽ കർത്താവെ
കർത്താവെ ഞാൻ പ്രവർത്തിക്കും, ആർ തടുക്കും? അല്ലെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്നവൻ കർത്താവേ സ്തോത്രം ആർ? എന്നാൽ കർത്താവിന്റെ കരം അല്ലെങ്കിൽ ആ ദൈവമേ ഇന്നും കുറുകിട്ടില്ലാത്തോണ്ട് സ്തോത്രം. ഞങ്ങൾ ആ വിഷയം അപ്പന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അപ്പന്റെ നീതിയുള്ള കരം അവിടുന്ന് വെളിപ്പെടണം. ആ വീര്യം പ്രവർത്തിക്കുന്ന കരം, സമാപ്തി വരുത്തുന്ന കരം ദൈവത്തിന്റെ കരങ്ങളിലേക്ക് അവിടുന്ന് ഏൽപ്പിക്കുന്നു കർത്താവെ. അല്ലെങ്കിൽ ആ വിസയുടെ വിഷയത്തിന്മേൽ ദൈവ പ്രവൃത്തി അവിടുന്ന് കാണുന്നതുകൊണ്ട് സ്തോത്രം. യഹോവ ഞങ്ങളിൽ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ സന്തോഷിക്കുന്ന അവിടുത്തെ വചനമുള്ളതുപോലെ വിടുതൽ അവിടുന്ന് പ്രാപിപ്പാനിടയാക്കണം കർത്താവേ. ഹല്ലേലൂയ. വിശേഷിച്ച അലർജിയുടെ വിഷയത്തിന്മേൽ ദൈവപ്രവൃത്തി കാണുവാൻ കർത്താവ് ആ വിഷയത്തിന്മേലും സൗഖ്യം അവിടുന്ന് കൊടുത്തിരിക്കാൻ സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. ആരോഗ്യവാനായി തീരുവാൻ അപ്പൊ ആ കൃപ ചെയ്യണം. എല്ലാ അലർജിയും എടുത്തു മാറ്റണമേ. ഹല്ലേലൂയ. സ്തോത്രം. നോവ കുഞ്ഞിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പനിയാലൊക്കെ ഭാരപ്പെടുന്നു. കർത്താവിന്റെ വലിയ പ്രവൃത്തി കാണുവാൻ ഇടയാക്കണം. ഏതെന്റെ കുഞ്ഞിന്റെ വിഷയത്തിന്മേൽ അപ്പന്റെ വലിയ പ്രവൃത്തി കണ്ട് സന്തോഷിപ്പാൻ ഇടയാക്കണം ഞങ്ങളുടെ കർത്താവേ. സ്തോത്രം. ഹല്ലേലൂയ. ബിറ്റി ജോൺ പൈതലിനെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. എക്സാം ഒക്കെ തുടങ്ങുന്നു. കർത്താവിന്റെ വലിയ പ്രവൃത്തി കാണുവാൻ ആ വിഷയത്തിന്മേലും അപ്പന്റെ ഹല്ലേലൂയ നീതിയുള്ള കരം അവിടുന്ന് വെളിപ്പെടണമേ. എന്റെ സാറമാജോയെ ആന്റിക്കായി സ്തോത്രം കർത്താവ്. ഇത്രത്തോളം വിഷയം വിടുതൽ അവിടുന്ന് കൊടുത്തതിനായി സ്തോത്രം. തുടർന്നുള്ള വിഷയത്തിന്മേൽ അപ്പന്റെ വിടുതലിന്റെ കരം അവിടുന്ന് നീട്ടണം ഞങ്ങളുടെ ഹല്ലേലൂയ. അതേമേ ഹല്ലേലൂയ വുമൻസ് പ്രേയർ ഫെലോഷിപ്പിൽ കർത്താവേ ഹല്ലേലൂയ അനേക സഹോദരിമാര് വിഷയം പറഞ്ഞതും പറയാത്തതുമായിട്ട് വിഷയമുണ്ട്. ആ വിഷയത്തിന്മേലെല്ലാം ദൈവത്തിന്റെ വലിയ പ്രവൃത്തി ആത്മീയ ഭൗതിക ശാരീരിക മാനസികമായ സമസ്ത വിഷയത്തിന്മേലും അപ്പന്റെ വിടുതലിന്റെ കരം അവിടുന്ന് നീട്ടണം. തക്ക സമയത്ത് കർത്താവിന്റെ വിടുതലിന്റെ കരം അവിടുന്ന് നീട്ടി മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം. ആത്മീയ സമ്പന്നത വേണ്ടവരുണ്ട്, രക്ഷയുടെ പെട്ടകത്തിൽ പ്രവേശിക്കാത്തവരുണ്ട്, ദൈവകൽപ്പന അനുസരിക്കാത്തവരുണ്ട് കർത്താവേ. ദൈവകൽപ്പന അനുസരിച്ചിട്ട് കർത്താവേ സ്തോത്രം പിന്മാറ്റത്തിലേക്ക് പോയവരുണ്ട്, ആത്മനിറവ് പ്രാപിക്കേണ്ടവരുണ്ട്. അപ്പൊ അതേമേ സ്തോത്രം. എല്ലാ വിഷയത്തിന്മേലും അപ്പന്റെ വിടുതലിന്റെ കരം അവിടുന്ന് നീട്ടണം. അതോടൊപ്പം തന്നെ ദാനമായി കൊടുത്ത് തലമുറകളെ അപ്പന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ശൈശവം, ബാല്യം, കൗമാരം, യൗവന 4 ഭാഗക്കാരെയും അവരുടെ പഠനം, അഡ്മിഷൻ കർത്താവേ സ്തോത്രം, ജോലി കർത്താവേ. അപ്പൊ അതേമേ സ്തോത്രം അവിടുന്ന് ഹല്ലേലൂയ എക്സാം വിഷയം, റിസൾട്ട് വിഷയം, PR വിഷയം, അപ്പൊ അതേമേ സ്തോത്രം സ്തോത്രം വിവാഹ വിഷയം, വിവാഹം നടക്കേണ്ട വിഷയം കർത്താവേ, ആലോചിച്ച് ഉറപ്പിച്ച വിഷയം, അപ്പൊ അതേമേ തലമുറയില്ലാത്ത വിഷയം ഹല്ലേലൂയ. അതേമേ കുടുംബജീവിതത്തിൽ പോരായ്മയുള്ള വിഷയം, അപ്പൊ അതേമേ ഹല്ലേലൂയ എല്ലാം അവിടുന്ന് അറിയുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവരെ, കടബാധ്യത ഉള്ളവരെ എല്ലാം അവിടുന്ന് അറിയുന്നല്ലോ. ഭവനമില്ലാത്ത വിഷയം കർത്താവേ സ്തോത്രം. അങ്ങനെ നിരവധി പ്രാർത്ഥനാ വിഷയമുണ്ട്. ആ വിഷയത്തിന്മേലെല്ലാം കർത്താവിന്റെ വിടുതലിന്റെ കരം നീട്ടണം. ക്യാരി ചെയ്യുന്ന പൈതലിനെ അപ്പന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവ് കൊടുത്ത ദാനമാണ് കർത്താവേ. തക്ക സമയത്ത് വിടുതലിന്റെ കരം അവിടുന്ന് ഹല്ലേലൂയ അനുഭവിച്ചറിയുവാൻ അവിടുന്ന് ഇടയാക്കണം. അങ്ങനെ കർത്താവിന്റെ ദാസി പറഞ്ഞ വിഷയവും കർത്താവേ രഹസ്യവും പരസ്യമായി പ്രാർത്ഥിക്കുന്ന സമസ്ത വിഷയത്തിന്മേലും അപ്പന്റെ വിടുതലിന്റെ കരം നീട്ടണം. അതിലുപരി കർത്താവേ നിത്യത ആരിൽ നഷ്ടപ്പെട്ടു പോകാൻ അനുവദിക്കല്ലേ കർത്താവേ. ഈ ഗ്രൂപ്പിൽ കർത്താവേ സുജാശാലി സിസ്റ്റർ കർത്താവേ ഇന്നും കയറിയിട്ടുണ്ട് കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം. റോയ്സിന്റെ വിഷയത്തിന്മേൽ അപ്പൊ അതേമേ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി കാണുവാൻ അവിടുന്ന് ഇടയാക്കണമേ. ഞങ്ങൾ ഹല്ലേലൂയ വിഷയത്തെ ഓർത്ത് ഭാരത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. അപ്പൊ അതേമേ നീതിയുടെ കരം അവിടുന്ന് വെളിപ്പെടുവാൻ ഇടയാക്കണമേ. അപ്പൊ ഇന്ന് കയറിയത് ചേച്ചിയുടെ വിഷയത്തിന്മേലും കർത്താവെ വലിയ വിടുതലായി തീരുവാൻ അവിടുന്ന് ഇടയാക്കണം. ഭാരത്തോടെ പ്രയാസത്തോടായിരിക്കുന്ന സമസ്തരെ അപ്പന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവെ. അവിടുന്ന് എല്ലാവരെയും കർത്താവ് അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം. സകല മാനവും മഹത്വവും പൂഴ്ചയും കർത്താവിന് തരുന്നു. അല്ലെങ്കിൽ ആ സ്തോത്രം. ഞങ്ങൾ തന്നെ നിത്യതയ്ക്ക് ഒരുങ്ങി മറ്റുള്ളവരെ നിത്യതയ്ക്ക് ഒരുക്കുവാൻ അപ്പൊ കൃപ ചെയ്യണം. പ്രാർത്ഥനയിൽ വന്ന കുറവുകളെ ക്ഷമിക്കണം. അല്ലെങ്കിൽ അടിയന് തന്ന അധികാരപ്രകാരം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുകുട്ടി ആവാലവധം ദൂരത്തും ചാത്തുമായിരിക്കുന്ന എല്ലാവരും ഒരു പ്രാവശ്യം കൂടെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാന്നു. പ്രാർത്ഥന അവിടുന്ന് കേട്ടോണ്ട് സ്തോത്രം. സകലം ജീവച്ചു പൊന്നേശം തന്നെ ആമേൻ. നമുക്ക് ആശീർവാദം കൈക്കൊള്ളാം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും സംസർഗവും സൂക്ഷിപ്പും നമ്മോടും നമ്മൾ പ്രാർത്ഥിച്ച സകല വിഷയത്തോടും ലീഡ് ചെയ്ത കർത്താവിന്റെ ദാസിയോടും വർഷിപ്പ് ചെയ്ത പ്രിയദാസിയോടും പ്രാർത്ഥിച്ച് സഹകരിച്ച ദൈവദാസിമാരോടും വചനം ശുശ്രൂഷിച്ച കർത്താവിന്റെ ദാസിയോടും ഇപ്പോഴും എപ്പോഴും കർത്താവിന്റെ 2ാമത്തെ വരവരെ അവിടുന്ന് ഉണ്ടായിരിക്കട്ടെ. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. നമുക്ക് കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വേഗം വരണമേ, ഞങ്ങളെയും ചേർക്കണമേ. താങ്ക് യു ചെറുനാന്റി. ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. എത്രത്തോളം ദൈവം സഹായിച്ചു. തുടർന്ന് നമുക്ക് ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ ആയിരിക്കാം. അടുത്ത സെഷൻ 4 മണിക്ക് എന്ന് തുടങ്ങുമല്ലോ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കുക. എത്രത്തോളം ദൈവത്തിന്റെ സന്നിലായിരുന്ന എല്ലാ പ്രിയപ്പെട്ട ദൈവത്തിലുള്ള നന്ദി അറിയിക്കുന്നു.
God bless you. God bless you. സ്തോത്രം. Praise the Lord.